പ്രൈസ് ലോർഡ്. ഞാൻ കർത്താവിൽ ബഹുമാനിക്കുന്ന പ്രിയ കർത്താവിൻ്റെ ദാസൻ കുടുംബം, എൻ്റെ സ്നേഹിതൻ ബ്രദർ സ്റ്റാൻലി ഫാമിലി, ദൈവമക്കൾ എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വന്ദനം അറിയിക്കുന്നു. I give my loving greetings to the dear pastor, to Brother Stanley and his family, and to all the saints gathered here in this sanctuary this evening. ഇവിടെ ഒരു അസംബ്ലീസ് കൊണ്ട് ചർച്ച ഉണ്ടെന്ന് എനിക്കറിയാമായിരുന്നു, പക്ഷെ ഒരിക്കലെങ്കിലും ഞാൻ ഇവിടെ പ്രസംഗിക്കാൻ വരുമോ ഇല്ലെന്ന് എനിക്കറിയാൻ പാടില്ലായിരുന്നു. I was always aware that there was an Assemblies of God church here in the city, but I was never able to come and minister amongst you all. And I never expected to come here. I never expected to come and minister amongst you all. Anyway, കർത്താവ് എല്ലാം നന്നായി ചെയ്യുന്നത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം. I give praise to God who orchestrates everything perfectly. പാട്ടുമൊക്കെ ലിമിറ്റ് ചെയ്ത് ഇത്രയും സമയം അനുവദിച്ചതിൽ ഒത്തിരി താങ്ക് യു. I thank you that you also limited your songs and you gave me this time to preach. വളരെ പ്രാർത്ഥനയോടെ വളരെ ശ്രദ്ധയോടെ ദൈവവചനത്തിലേക്ക് നമുക്ക് കടക്കാം. Let's go into the word of God with great prayer and with great concentration. ഫസ്റ്റ് കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം, അതിൻ്റെ ഒന്നാമത്തെ അധ്യായം, ഫസ്റ്റ് കൊരിന്ത്യൻസ് ചാപ്റ്റർ 1 വേഴ്സസ് 26 through 31. ഞാൻ തന്നെ വായിച്ചോളാം. കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം 1 അധ്യായം 26 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു. ശ്രദ്ധയോടെ തിരുവെഴുത്തിൻ്റെ മുമ്പാകെ നമുക്കായിരിക്കാം. സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ നോക്കുവിൻ. ലോകാഭിപ്രായപ്രകാരം ജ്ഞാനികൾ ഏറെയില്ല, കുലീനന്മാരും ഏറെയില്ല, ബലവാന്മാരും ഏറെയില്ല. ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു. ബലമുള്ളതിനെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു. ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടമായതും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു. ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിന് തന്നെ. നിങ്ങളോ അവനാൽ ക്രിസ്തുവേശുവിൽ ഇരിക്കുന്നു. അവൻ നമുക്ക് ദൈവത്തിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ആകേണ്ടതിന് തന്നെ. 1 Corinthians chapter 1 verses 26 to 31. It reads like this: For consider your calling, brothers, that there were not many wise according to the flesh, not many mighty, not many noble. But God has chosen the foolish things of this world to shame the wise, and God has chosen the weak things of the world to shame the things that which are strong. And the base things of the world and the despised God has chosen, that the things that are not, so that he may abolish the things that are, so that no flesh may boast before God. But by his doing you are in Christ Jesus, who became to us wisdom from God, and righteousness and sanctification and redemption, so that just as it is written, let him who boasts boast in the Lord. Amen. Amen. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ദിസ് ഈസ് ഇൻസ്പയർഡ്, ഇന്നറന്റ് ആൻഡ് ഇൻഫാലിബിൾ സ്ക്രിപ്ചർ. അതുകൊണ്ട് അത്രയും സീരിയസ് ആയിരിക്കണം തിരുവെഴുത്തിന് മുമ്പാകെ ഇരിക്കുവാൻ. I always say that the word of God is inerrant, it is infallible, and it is inspired. So we must come before the word of God with great attention. ഞാൻ എൻ്റെ ചർച്ചിലെ ടീനേഴ്സിനോടും യങ്സ്റ്റേഴ്സിനോടൊക്കെ പറയാറുണ്ട്, ബുക്കും പേനയൊക്കെ ആയിട്ട് വേണം യോഗത്തിന് വരാൻ. അതുകൊണ്ട് അവരെല്ലാവരും കൊണ്ടുവരാറുണ്ട്. ഞാനത് ഇപ്പോൾ പറയാൻ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. I always tell the young people and teenagers in our church that you must always come to church with your book and with your pencil or your pen. അതിൻ്റെതായ വ്യത്യാസം അവരിൽ കാണാനും കർത്താവ് കൃപ വന്നിട്ടുണ്ട്. And God has given me the grace to see the change that brings about in them. വളരെ വളരെ ശ്രദ്ധയോടെയും വളരെ പ്രാർത്ഥനയോടുകൂടിയും ദൈവവചനത്തിൻ്റെ വ്യക്തത പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ ബോധ്യമാക്കി തരേണ്ടതിന് തികഞ്ഞ ഏകാഗ്രതയോടും കൂടെ വേണം ദൈവസന്നിധിയിലായിരിക്കാൻ. We must come into the presence of God with great attention, that the word of God must be made clear before us. ഈ വായിച്ച വാക്യങ്ങൾ അല്ലെങ്കിൽ ഈ കൊരിന്ത്യ ലേഖനം 1 അധ്യായം എന്ന് പറയുന്നത് വായിക്കുമ്പം തന്നെ ഒരു നെഗറ്റീവ് അപ്രോച്ച് അതിനോട് തോന്നുന്ന ഒത്തിരി പദങ്ങൾ അതിനകത്തുണ്ട്. Whenever you read the first letter to the Corinthian church, you think that it is a very negative letter, or there's many negative approaches in this letter. പ്രത്യേകിച്ച് അവിശ്വാസികളായ ഒരാള് 1 അധ്യായം വായിച്ചു കഴിഞ്ഞാൽ
അവർ ഈ കർത്താവിനെ ഫോളോ ചെയ്യണമെന്ന് റാഷണലി ഒന്ന് ചിന്തിക്കാൻ സാധ്യതയുണ്ട്. Even if an unbeliever were to read this first letter, many people would think that how would somebody be able to follow the teachings that are in this letter? അതിന്റെ 18ാമത്തെ വാക്യം ഞാനൊരു കോണ്ടെക്സ്റ്റ് പറഞ്ഞ് 26 മുതൽ മാത്രം എക്സ്പ്ലെയിൻ ചെയ്യാം. And I'm just going to read from verse 18 to verse 26 just to give you a little context. 18ാമത്തെ വാക്യത്തിനകത്ത് എന്ത് ഈ ഒരു നോൺ ക്രിസ്ത്യൻസ് എന്തുകൊണ്ടാണ് ഒരു സ്ട്രെയിഞ്ച് ആയിട്ടായിരിക്കും ഇതിനെ കാണുന്നത്? കാരണം ഒരു അൺറീസണബിൾ ആയിട്ടുള്ള ഒരു മെസ്സേജാണ് 18ാമത്തെ വാക്യത്തിൽ കാണുന്നത്. അൺറീസണബിൾ ആയിട്ടുള്ളൊരു മെസ്സേജ്. For a non-believer, when they read verse 18, the message sounds very unreasonable. ഒരാൾ ഇതിനൊക്കെ കൊടുത്തൊരു ഹെഡിങ് ഉണ്ട്, വൈ നോൺ ക്രിസ്ത്യൻസ് ഡു നോട്ട് ബിലീവ് ദ ബൈബിൾ. ഒന്നാമത്തെ കാര്യം, ദേ ആർ നോട്ട് ബോൺ അഗെയിൻ. അതാണ് പ്രൈമറി കാര്യം. അതിപ്പം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ട് അവിശ്വാസികൾ ഈ തിരുവെഴുത്ത് വിശ്വസിക്കുന്നില്ല? 18ാമത്തെ വാക്യം വായിക്കുമ്പോൾ ദ മെസ്സേജ് ഈസ് അൺറീസണബിൾ ടു ദം. In verse 18, Paul says very clearly that the message is very unreasonable to unbelievers. 19ാമത്തെ വാക്യം നിങ്ങൾ നോക്കിയേ, ജ്ഞാനികളുടെ ജ്ഞാനം ഞാൻ നശിപ്പിക്കുകയും എന്ന് പറഞ്ഞാൽ the message is unattainable. ഇത് എന്താ എഴുതി വെച്ചേക്കുന്നത്? അവർക്കത് അങ്ങോട്ട് കണക്ട് ചെയ്യാൻ കഴിയുന്നില്ല. In verse 19, it is written there very clearly that the message is also unattainable. 22ാമത്തെ വാക്യം നിങ്ങൾ കണ്ടോ? യഹൂദന്മാർ അടയാളം ചോദിക്കുന്ന കാര്യം, യഹൂദന്മാർക്ക് എപ്പോഴും സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള കാര്യം വേണം, ഗ്രീക്കുകാർക്ക് എപ്പോഴും ഫിലോസഫിക്കൽ ആയിട്ടുള്ള കാര്യം വേണം. അത് രണ്ടും ഇതിനകത്ത് കാണുന്നില്ല. In verse 22, it is written very clearly that the Jews seek for signs because they're looking for some supernatural evidence, and the Greeks, they're also looking for philosophical reasoning, and both of these elements are not in the message that Paul is presenting. റിഡിക്കുലസ് ആണ്, മറ്റൊരു പറഞ്ഞ അൺബിലീവബിൾ ആണ്. കാര്യം സൈൻ പറയത്തക്ക പോലൊന്നും ഇതിനകത്തില്ല. വലിയ ഏതൻസിലും കൊരിന്തിലും ഒക്കെയാണ് നമ്മൾ ഇന്ന് കേൾക്കുന്ന പല ഫിലോസഫേഴ്സും ഉണ്ടായിരുന്നത്. അവർ നോക്കുമ്പോൾ വലിയ ഫിലോസഫിക്കൽ തോട്ട്സ് ഒന്നും ഇതിനകത്തില്ല. Many of the great philosophers that are viewing this message in the city of Corinth, they are not seeing anything that is very attractive in this message. അതുമാത്രമല്ല, നമ്മൾ ഇന്ന് വായിക്കാനായിട്ട്, ഇന്ന് ധ്യാനിക്കാനായിട്ട് സെലക്ട് ചെയ്ത 26ാമത്തെ വാക്യം മുതൽ 31ാമത്തെ വാക്യം വരെ വായിക്കുമ്പോൾ ഈ ചർച്ചിനകത്തുള്ളവരെല്ലാം അൺറിമാർക്കബിൾ ആണ്. And verse 26 to verse 31, for those of us who are gathered here, we are looking at this selected passage and we're thinking that this is unremarkable. മജോറിറ്റി, ഞാൻ എല്ലാവരും അങ്ങനല്ല വായിക്കുന്നത് തന്നെ, മിക്കവാറും ആളുകൾ അൺറിമാർക്കബിൾ ആയിട്ടുള്ള ആളുകൾ, നോട്ട് നോബിൾ അങ്ങനെയല്ല വായിക്കുന്നത്. നമ്മൾ വലിയ ഹൈ റാങ്കിലുള്ളവരൊന്നുമല്ല, എന്നാൽ കുഴപ്പമില്ല, എന്നാൽ തീരെ ലോയുമാണ്. ആ ഒരു മീഡിയം ലെവലിൽ നിൽക്കുന്നവരാണ് നമ്മൾ. The description that is given to the people that are gathered in the churches are that they are medium people, that they are unremarkable, that the great majority of people, there's nothing great to be written about them. ഔട്ട്സൈഡേഴ്സിനെ അട്രാക്ട് ചെയ്യാത്തതിന്റെ ഒരു കാരണം നമ്മളെ നോക്കുന്നതാണ്. അൺറിമാർക്കബിൾ ആയിട്ടുള്ള കുറച്ച് ആളുകൾ അതിനകത്തുണ്ടെന്നാണ് അവർ പറയുന്നത്. From an outsider's perspective, when they look at the people that are gathered here, from their perspective, we are unremarkable people. പീപ്പിൾസിന്റെ കാര്യം മാത്രമല്ല, 2ാമത്തെ അധ്യായം 1ാം വാക്യം നോക്കിയേ, ദ പ്രീച്ചേഴ്സ് ആർ അൺഫാഷനബിൾ. എങ്ങനെ എഴുതി വെച്ചേക്കുന്നത്? പ്രീച്ചേഴ്സിനെ പറ്റി വായിക്കുക. ഞാൻ സഹോദരന്മാരെ നിങ്ങളുടെ അടുക്കൽ നിന്ന് വന്നപ്പം ഈ വചനത്തിൻ്റെ എന്ന് പറഞ്ഞാൽ അവിടെ വാക്കുകളുടെ ജ്ഞാനത്തിൻ്റെ വൈഭവം കൂടാതെ അത്രേ ദൈവത്തിൻ്റെ സാക്ഷ്യം നിങ്ങളോട് പ്രസ്താവിക്കാനായിട്ട് വന്നത്. ക്രൂശിക്കപ്പെട്ടവനെ അല്ലാതെ വേറെ ആരെ എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കുന്ന ആളുകൾ അൺറിമാർക്കബിൾ ആണ്, മെസ്സേജ് അൺബിലീവബിൾ ആണ്. അതുപോലെ തന്നെ ആ പ്രീച്ചേഴ്സ് എന്നുള്ളത് അവരെ അൺഫാഷനബിൾ ആണ്, ഒരു അട്രാക്ഷനും ഇല്ല അവരെ സംബന്ധിച്ചിടത്തോളം. Even Paul is saying that when we came amongst you, that we did not come with fancy words or with great lofty wisdom. So the preachers are also unremarkable, and the people are unremarkable as well. The preachers are unfashionable from the outsider's perspective. എന്നാൽ അതിന്റെ 2ാം അധ്യായത്തിന്റെ 6 മുതൽ 9 വരെ വായിക്കുമ്പം പിന്നെ എന്തുകൊണ്ടാണ് നമുക്കിതൊക്കെ വിശ്വസിക്കാനും നമുക്ക് ഈ പുസ്തകം എടുത്തുകൊണ്ട് നടക്കാനും ഒക്കെ ഇടയായി തീർന്നെന്നറിയാമോ? ലോകസ്ഥാപനത്തിന് മുമ്പ് തമ്പുരാൻ നമ്മളോട് കരുണ തോന്നിയതാണ് അവരിൽ നിന്ന് നമ്മളെ വ്യത്യസ്തരാക്കി തീർക്കുന്നത്. So when you keep reading this passage, the question comes, how are us unremarkable people even attracted to this message? The message is that because we have been chosen by God before the foundation of the world was laid to believe this message. ഇവിടെ ഈ നമ്മൾ വായിച്ച 26 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് ഞാനൊരു 3 കാര്യം നിങ്ങളോട് പറയാനായിട്ട് പോവുകയാണ്.
From verse 26 to verse 31, I want to point out 3 different things to you. വളരെ വളരെ ശ്രദ്ധയോടെ എല്ലാ വാക്കിനെയും എന്ന് പറഞ്ഞാൽ എല്ലാ വാക്കുകളും ദൈവശ്വാസീയമാണ്. നമ്മളെല്ലാവരും വിശ്വസിക്കും വെർബൽ പ്ലീനറി ഇൻസ്പിറേഷൻ എന്ന് പറയും. We call it verbal plenary inspiration. Every word of God is inspired by God. ദൈവത്തിന്റെ അപ്പോസ്തലന്മാരും ദൈവത്തിന്റെ റൈറ്റേഴ്സും ഈ പുസ്തകം എഴുതിയപ്പോൾ എല്ലാ പദങ്ങളെയും നിയന്ത്രിച്ചത് ഹോളി സ്പിരിറ്റ് എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. When the great apostles and when the great writers of scriptures were writing down the words of scripture, it was the holy presence of God that guided their writing. മറ്റൊരു നിലയിൽ പറഞ്ഞാൽ ലോകത്തിലെ മനുഷ്യനോട് മഹാദൈവത്തിന് ചില കാര്യങ്ങൾ പറയാനായിട്ടുണ്ടായിരുന്നു. അതൊരു പുസ്തകത്തിനകത്ത് എഴുതി 66 ബുക്കാക്കി 66 ലേഖനങ്ങൾ പുസ്തകങ്ങളാക്കി ഒരു വലിയ ബുക്കാക്കി നമുക്ക് നൽകി. ഇത് മാത്രമാണ് സർവ്വജാതിയോടും മഹാദൈവത്തിന് പറയാനായിട്ടുള്ളത്. The great creator of this world had a message to convey to the people, and he concluded his message in 66 books, and he gave us his message to his people, his church, and the people of this world. ഒരു ചോദ്യം ചോദിച്ച് ഈ വാക്യത്തിന്റെ വിശദീകരണത്തിലേക്ക് പോകാനായിട്ട് പോവുകയാണ്. ഇങ്ങനെ 2 ചോദ്യം. ഒന്ന്, ഈ ന്യൂ ടെസ്റ്റ്മെന്റിനകത്ത് ഏറ്റവും ഇഷ്ടമുള്ള സഭ ഏതാ നിങ്ങൾക്ക്? ന്യൂ ടെസ്റ്റ്മെന്റിനകത്ത് പതിയെ പറഞ്ഞാൽ മതി, ഡിഫറെന്റ് ഒപ്പീനിയൻ ആയിരിക്കും. I want to give you a question. What is the favorite church in the New Testament era? ഡാളസ് ഏജി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്നറിയാം. ഞാൻ ന്യൂ ടെസ്റ്റ്മെന്റ് ചർച്ചിനകത്തെ ആ ഫസ്റ്റ് സെഞ്ചുറി ചർച്ചിന്റെ കാര്യമാണ് ചോദിച്ചു. I know you all like Dallas AG very much, but I'm talking about the first century church. What was the most special or favorite church? പല ഡിഫറെന്റ് ഒപ്പീനിയൻ ആളുകൾക്കുണ്ടാവും. Many people have different opinions. എന്നാൽ അടുത്തൊരു ചോദ്യം ഒരു നെഗറ്റീവ് ആണെങ്കിലും അത്ര അങ്ങോട്ട് താല്പര്യമില്ലാത്തൊരു സഭ ന്യൂ ടെസ്റ്റ്മെന്റിനകത്തുണ്ട്. അതേതായിരിക്കണം? And the second question is, what church was the least favorable or the least favorite church? എന്തൊക്കെയോ പ്രോബ്ലം പ്രഥമ വായനയിൽ തന്നെ കാണുന്ന ഒരു ചർച്ചുണ്ട്. അതിനകത്തെ ചില വാക്യമാണ് ഇന്ന് രാത്രി നമ്മൾ വായിച്ചത്. And we are seeing verses that are written to a church that has many problems. അതിനകത്തെ അവർക്ക് എഴുതിയ ലെറ്ററിലെ ചില വാക്യമാണ് നമ്മൾ വായിച്ചത്. We are just reading some words that are written to this church. പൊതുവെ ചില പ്രോബ്ലം ഉള്ള ചർച്ച കൊരിന്ത്യൻ ചർച്ചായിട്ടല്ലേ മനസ്സിലാക്കിയേക്കുന്ന എല്ലാവരും. Don't we understand the Corinthian church to have many problems? ഞാനും അങ്ങ് ദൂരെ നിന്നും വന്നല്ല, സിയാറ്റിൽ നിന്ന് വന്നത്. ഇച്ചിരൂടെ ഞങ്ങൾ ഇച്ചിരി തണുപ്പത്തു നിന്നൊക്കെ ഇച്ചിരി വെയിൽ കൊള്ളാൻ വേണ്ടി വന്ന, അതുകൊണ്ട് ഇച്ചിരി ഒന്ന് ഉന്മേഷമായിട്ട് നിങ്ങളിങ്ങനെ ഇരുന്ന സിയാറ്റിൽ വരുമ്പോൾ ഞങ്ങളെല്ലാം ജാക്കറ്റിനകത്തിരിക്കും. ഓക്കെ പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഈ നിങ്ങളുടെ ഒരു പ്ലസൻ്റ് ആയിട്ട് പൊതുവേ എൻ്റെ പ്രസംഗത്തിന് പ്രൈസിലോട് ആരും പറയില്ല, എന്നാലും നിങ്ങളങ്ങനല്ല എന്ന് ഞാൻ വിചാരിക്കുക. ഒരു പ്ലസൻ്റ് ആയിട്ട് അടുത്ത് വന്ന് കേൾക്കാനായിട്ടുള്ള താല്പര്യത്തോടെ കർത്താവെ ആ ഉപദേശിക്ക് കർത്താവ് കൃപ കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ചോട്ട് വേണം അവിടെ ഇരിക്കാൻ. ഓക്കെ പ്രൈസ് ദി ലോർഡ്. I want you all to continue to pray for me as I preach the word of God. ഞാൻ പറഞ്ഞ പോലെ തന്നെ പറയണം. ഓക്കെ പ്രൈസ് ദി ലോർഡ്. ഈ സഭ 1-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ വളരെ പ്രൈഡ്ഫുള്ളായ ഒരു പ്രൈഡ് പരേഡ് നടത്താവുന്ന ഒരു ഗ്രൂപ്പ് ആളുള്ളൊരു സഭയാണ് കൊരിന്ത്യൻ സഭ. The Corinthian church, there's a group of people that are very prideful, that they are parading their pride all throughout the church. ഈ ലേഖനം വായിക്കുമ്പോൾ ശുശ്രൂഷകൾക്കായി പ്രത്യേകിച്ച് പ്രൊഫറ്റിക്കൽ ഗിഫ്റ്റ് ഒക്കെ ഓപ്പറേറ്റ് ചെയ്യുന്ന നിരവധി ആളുകൾ അതിൻ്റെ ഇടയിൽ പ്രശ്നക്കാരായിട്ടൊക്കെ നിൽക്കുന്ന പല സീൻ ഈ ലേഖനത്തിൽ നമുക്ക് കാണാം. We can see many scenes in this church that there are so many people that have so much ministry, that have prophetic gifts, and they're also very problematic individuals within this church. പ്രധാനമായിട്ടും ഇവര് 3 നിലയിലുള്ള പ്രൈഡ് ഇവരുടെ മേലുണ്ട്. 3 നിലയിലുള്ള പ്രൈഡ്. There are 3 levels of pride that are within the people of this church. ഒന്നാമത്തെ പ്രൈഡ് അവരവരുടെ ലീഡേഴ്സിൽ ബോസ്ഫുൾ ആയിരുന്നു. There is one group of people that are priding themselves in their leaders. നിങ്ങൾ 1-ാം അധ്യായം വായിക്കുമ്പോൾ അറിയാം, അവിടെ താഴോട്ട് അപ്പോസ്തലൻ പറഞ്ഞു വരുമ്പോൾ പറയുന്നുണ്ട്, ചിലര് പോളിന്റെ പക്ഷക്കാരനാണ്, ചിലര് പീറ്ററിന്റെ പക്ഷക്കാരനാണ്, ചിലര് അപ്പല്ലോസിന്റെ പക്ഷക്കാരാണ്. ഇതിനെക്കാട്ടൊക്കെ ഒരു സൂപ്പർ ഹൈപ്പർ സ്പിരിച്വാലിറ്റി ഗ്രൂപ്പ് ഉണ്ട്. അവർ പറയുന്നത് ഞങ്ങൾ ഇവർ ആരുടെയല്ല, ഞങ്ങൾ കർത്താവിന്റെ പക്ഷക്കാരാണ്. ഇങ്ങനെ ഈ ലീഡേഴ്സിൽ ബോസ്റ്റ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പിനെ നമുക്ക് അവിടെ കാണാം. In verse 12 you see that some people are saying, I am of Apollos, or I am of Paul, or I am of Cephas, and there are some very spiritual people that say, no, I'm not of any of these groups, I'm of Christ. അവരവരുടെ ആ ടീച്ചേഴ്സിന്റെ പേര് പറഞ്ഞ് അഹങ്കാരികളായിരുന്നു എന്നതുകൊണ്ടാണ് പോൾ ചോദിക്കുന്നത്, ക്രിസ്തു ഡിവൈഡ് ചെയ്യപ്പെട്ടോ?
And these people who are dividing themselves based on their pride in their leaders, Paul is asking them, is Christ divided? നമ്മുടെ ഇടയിലും ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ട്. ഞങ്ങൾ ഉപദേശിച്ച് ഇന്നയാളാന്നൊക്കെ പറയുമ്പോൾ ഒരു ചില ബോസ്റ്റ് ഒക്കെ ആയിട്ട് നിൽക്കുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. Even amongst us, I see that some people boast themselves that we are followers of this minister or we are followers of this evangelist. വാസ്തവത്തിൽ ഇവിടെ ഉണ്ടല്ലോ, പോള് ഇവരുടെ അഹങ്കാരത്തിന് ഒരു സ്ട്രോങ് മെഡിസിൻ കൊടുക്കുന്നതാണ് 26 മുതൽ 31 വരെയുള്ള വാക്യം. Verse 26 to verse 31 is a strong medicine that Paul is making this church swallow. അന്ന് കൊരിന്ത്യർക്ക് കൊടുത്ത മെഡിസിൻ ഇന്ന് രാത്രി എനിക്ക് ആവശ്യമാണെങ്കിൽ എടുത്ത് കഴിക്കുക എന്നല്ലാതെ വേറൊരു പരിഹാര മാർഗമില്ല. I don't see any other solution but for us as a church to swallow the same pill that was given to the Corinthian church. ടീച്ചേഴ്സിൽ ബോസ്റ്റ് ചെയ്യുന്നു. One, you are boasting in your teachers. രണ്ടാമത്തേത് അവരവരുടെ നോളജിൽ ബോസ്റ്റ് ചെയ്യുകയാണ്. The second thing is that you're boasting in your knowledge. കാരണം പ്ലേറ്റോ എന്നും അരിസ്റ്റോട്ടിൽ എന്നും സോക്രട്ടീസും ഒക്കെ കേട്ടിട്ടുണ്ട്. അതൊക്കെ അവരുടെ നൈബറിങ് ആളുകളായിരുന്നു. Plato, Aristotle, Socrates, all of these great philosophers are the neighboring from the neighboring places around Corinth. അന്നത്തെ ഏറ്റവും വലിയ ഫിലോസഫി ഏതൻസ് 45 മൈൽസേ ഉള്ള അവിടെ നിന്ന്. Even the great seat of all the greatest philosophers was in Athens, and it was 45 miles from Corinth. ടീച്ചേഴ്സിൽ ബോസ്റ്റ് ചെയ്യുന്നു, അവരുടെ സറൗണ്ടിങ് വിസ്ഡത്തിൽ ബോസ്റ്റ് ചെയ്യുന്നു. They're boasting in their teachers and they're boasting in their sound wisdom. മൂന്നാമത് ഈ പുസ്തകത്തിനകത്ത് തെളിവായിട്ടുണ്ട്, കൃപാവരങ്ങളിൽ ബോസ്റ്റ് ചെയ്യുകയാണ് അവര്. And the third thing that they're boasting is in the gifts that they have been given. ഇതിനകത്ത് അന്യഭാഷയെ പറ്റി പറയുന്നു, ഗിഫ്റ്റ് ഓഫ് ടങ്സിനെ പറ്റി പറയുന്നു, എല്ലാ കൃപാവരങ്ങളെ പറ്റി പോൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് 14 വാക്യത്തിനകത്ത് ഒരു കാര്യം ചേർത്ത് പറയുന്നുണ്ട്. ഒരുവൻ പ്രവാചകനെന്നോ ആത്മീയനെന്നോ തോന്നുന്നെങ്കിൽ ഞങ്ങൾ നിങ്ങളോട് പറയുന്നത് ദൈവത്തിൻ്റെ വചനമെന്നവൻ അറിഞ്ഞുകൊള്ളട്ടെ. Even Paul is writing that there are some people that are boasting themselves in the prophetic gifts, and Paul says that if anyone thinks that he is a prophet, let him discern that what we are writing to you is the truth. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഏറ്റവും വലിയ മിനിസ്ട്രി ഏതാണെന്നറിയാമോ? ദ മിനിസ്ട്രി ഓഫ് ദ പ്രീച്ചിങ് ഓഫ് ദ വേർഡ്. So dear believers of God, let me tell you what is the greatest ministry in the church. It is the preaching of the word of God. അതുകൊണ്ടല്ലേ അപ്പോസ്തലന്മാർ പറയുന്നത്, സ്റ്റീഫനെ ഫിലിപ്പിനെ ഒക്കെ ചൂസ് ചെയ്തിട്ട് പറയുക, നിങ്ങൾ വേണം ഇവരുടെ മറ്റ് ഭൗതിക കാര്യങ്ങളൊക്കെ ക്രമീകരിക്കാൻ, ഞങ്ങൾ പ്രാർത്ഥനയിലും വചനധ്യാനത്തിലും. കണ്ടോ, ദ മിനിസ്ട്രി ഓഫ് ദ വേർഡ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ശുശ്രൂഷ. This is why a person like Stephen was set aside to minister to the physical needs of the church, and they prayerfully selected these individuals so that the apostles could devote themselves to the study of the word of God. മരിക്കുന്നതിന് മുമ്പ് പൗലോസ് തിമോത്തിയോട് പറഞ്ഞത്, preach the word. Paul's dying words to Timothy was to preach the word. പക്ഷേ ദുഃഖകരം എന്ന് പറയട്ടെ, നമ്മുടെ ഇടയിൽ ഇൻക്ലൂഡിങ്, ഞാൻ IPCയിൽ ഒരു പാസ്റ്ററാണ്, ഇൻക്ലൂഡിങ് നമ്മുടെ ഇടയിൽ ഇതിന്ന് അന്യം നിന്ന് പോയില്ലേ, പരമാർത്ഥമായിട്ട് വേണം പറയാൻ. But let me tell you something grievous, even myself included. Haven't we departed from this great commission that God has given to us? ഞാനൊക്കെ ചിലയിടത്തൊക്കെ പ്രസംഗിക്കാൻ പോകുമ്പോൾ ചില കമൻസ് ഒക്കെ പറയും, പുള്ളി നിന്ന് കുറച്ചു നേരം പ്രസംഗിക്കുമല്ലോ, വേറെ ഒന്നുമില്ലെന്ന് പറയും. എനിക്ക് ഈ പിള്ളേർ കേട്ട് ചിലപ്പോൾ പൊല്യൂട്ട് ആകണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും എന്നിട്ട് മനസ്സിലാകാൻ. ഈ എവിടെയൊക്കെ പ്രസംഗിക്കാൻ പോകുമ്പോഴേ കുറച്ചു നേരം പുള്ളി അങ്ങ് പ്രസംഗിക്കും, വേറൊന്നും നടക്കുകയല്ലെന്ന് പറയും. Some people say that when he goes and ministers somewhere, he will preach for a long time, but nothing else happens. ചില ആളുകളെ കണ്ടിട്ടുണ്ട്, പാട്ട് പാടാൻ നേരത്ത് ഭയങ്കര എക്സൈറ്റഡ് ആണ്, വചനം പറയാൻ തുടങ്ങുമ്പോഴേ ഉറങ്ങുന്ന പാട്ടുകൾ നമ്മുടെ ഇടയിലുണ്ട്. There's some people that come with great enthusiasm when they start singing songs, but once the preaching starts, they fizzle out and they sleep. കൃപാവരങ്ങളുടെ കാര്യത്തിൽ നമ്മൾ ഭയങ്കര മുന്നിലാണ്. പക്ഷെ അപ്പോസ്തലൻ കൊരിന്ത്യരോട് പറയാ, ഞങ്ങൾ നിങ്ങൾക്കെഴുതുന്നത് ദൈവത്തിൻ്റെ വചനമെന്നവൻ അറിഞ്ഞുകൊള്ളട്ടെ. അതിൻ്റെ അർത്ഥം എന്നാ? ദിസ് ഈസ് ദ പ്രൈമറി വൺ. Even in the Corinthian church, there are so many people at the forefront of the gifts of the Spirit. But when it comes to the preaching of the Word of God, they're less enthusiastic. But Paul says, what is primary? That you should discern that we have been given to you the words of God. ഈ ലോക്കൽ ചർച്ചിനെ പറ്റിയും ദൈവത്തിൻ്റെ തിരുഹൃദയം എന്താണെന്നറിയാമോ? നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും മുന്നിൽ തിരുവെഴുത്തായിരിക്കണം, നമ്മുടെ കർത്താവായിരിക്കണം, അവനെ പറ്റിയുള്ള പരിജ്ഞാനമായിരിക്കണം നമ്മളെ ആത്മീയമായി നടത്തേണ്ടത്. Do you know what the heart of God for this local church is? That
that what should be preeminent for the church of God is the meditation upon the word of God. നോക്കൂ, ടീച്ചേഴ്സിൽ അവർ പ്രൈഡ്ഫുൾ ആയിരുന്നു, ഫിലോസഫി അവരുടെ നോളജിൽ അവരങ്ങനായിരുന്നു, അവരുടെ കൃപാവരങ്ങളിൽ അവരങ്ങനായിരുന്നു. They're priding themselves in their teachers, they're priding themselves in their philosophical knowledge, and they're also priding themselves in the gifts of the Spirit. ഒരു ഭക്തൻ ഇതിനെപ്പറ്റി പറഞ്ഞതിനറിയാം, ഇത്രയൊക്കെ ആയ സഭയെപ്പറ്റി അദ്ദേഹം പറഞ്ഞൊരു കമൻറ്റ് ഇങ്ങനെയാണ്: ആസ് എ റിസൾട്ട് ഓഫ് ദിസ് ദേ വെയർ നോ ലോങ്ങർ ഷീപ്പ്, ദേ ഹാഡ് ബിക്കം പീകോക്സ്. You know, as a great theologian wrote like this, as a result of their great boasting and their priding, they are no longer sheep, but they have become great peacocks. ഓ, നമ്മളെ പറ്റി കർത്താവ് എന്നെ പറഞ്ഞേക്കുന്നേ ആടുകൾ. What did Christ call us? That you should be sheep. ഇവിടെ ഇവര് ഭയങ്കര അരഗൻ്റ് ആയിരുന്നു എന്ന് കാണിക്കുന്ന, ഞാൻ പറഞ്ഞല്ലോ ഈ അരഗൻ്റ് കാരണം പോള് കൃപയുടെ ഒരു മെഡിക്കൽ കിറ്റുമായിട്ട് വരുന്നതാണ് നമ്മൾ വായിച്ചത്. We are reading a portion that Paul gives as a medication to this church. നോക്കൂ, 1-ാം അധ്യായം മുതൽ നമ്മൾ താഴോട്ട് വായിക്കുമ്പം ഇവർ ഭയങ്കര അരഗൻ്റ് ആയിരുന്നു എന്നതിന് നിരവധി റെഫറൻസ് ഉണ്ട്. There's many great references as we continue reading this great epistle that they are coming with their great arrogance. നിങ്ങൾ 4-ാം അധ്യായം എടുത്തേ, 4-ാം അധ്യായം, Take chapter 4. അതിന്റെ 6-ാമത്തെ വാക്യം, ഒരു പദം അവിടെ കണ്ടോ? There's a verse written there in verse 6. ആരൊരുത്തൻ അനുകൂലമായും മറ്റൊരുവന് പ്രതികൂലമായും ചീർത്തു പോകാതിരിക്കേണ്ടതിന് അരഗൻ്റായിരുന്നു എന്നതിന്റെ 1-ാമത്തെ തെളിവ് അവിടെ ഉണ്ട്. The great first evidence is there. I have applied myself and Apollos for your sake, so that in us you may learn not to go beyond what is written, so that none of you will become puffed up on behalf of one another. 18-ാമത്തെ വാക്യം കണ്ടോ? കർത്താവ് എങ്കിലും ഞാൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല എന്ന് വെച്ച് ചിലർ ചീർത്തിരിക്കുന്നു. കണ്ടോ? In verse 19, a second evidence is there, but I will come to you soon if the Lord wills, and I shall know not the words of those who are puffed up, but their power. 19-ാമത്തെ വാക്യം കണ്ടോ? കർത്താവിന് ഇഷ്ടമെങ്കിൽ ഞാൻ വേഗം നിങ്ങളുടെ അടുക്കൽ വന്ന് ചീർത്തിരിക്കുന്നവരുടെ വാക്കല്ല ശക്തി തന്നെ കണ്ടറിയും. പദം കണ്ടോ? Verse 19, but I will come to you soon if the Lord wills, and I shall know not the words of those who are puffed up, but their power. 8-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം നോക്കിയേ. Look at chapter 8, verses 1. അറിവ് ചീർപ്പിക്കുന്നു, സ്നേഹമോ ആത്മീയ വർധന വരുത്തുന്നു. കോണ്ടെക്സ്റ്റ് അവര് ഭയങ്കര പ്രൈഡ്ഫുൾ ആണെന്ന് പറയുകയാണ്. Knowledge puffs up, but love builds up, but the context here is that they are priding themselves so much. 13-ാം അധ്യായം നമുക്കറിയാവുന്ന പല വാക്യങ്ങളുണ്ടല്ലോ, അവിടെ ഒരു വാക്ക് പറയുന്നുണ്ട്, സ്നേഹം ചീർക്കുന്നില്ല. And we know that in chapter 13, the great love chapter, love is not puffed up, does not puff up. പ്രിയപ്പെട്ടവരെ, ഈ ചർച്ചിനെ പറ്റി ഒരാൾ പറഞ്ഞത് ചർച്ച് ഓഫ് ബ്രാഗേഴ്സ് എന്നാണ് പറഞ്ഞത്. They are describing this church as a church of braggarts. തന്നെത്താൻ വാഴ്ത്തുന്ന, മലയാളത്തിൽ പറഞ്ഞ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പാടാണെങ്കിലും പണ്ടൊരാൾ പറഞ്ഞ പോലെ ഞാൻ എന്തൊരു ഞാനാ എന്ന് പറയുന്ന പോലെ. Somebody is saying, how great am I as a person? അത്രേ പറയാൻ പറ്റൂ. ഞാൻ ചില ആൾക്കാരെ പറ്റി പറയും, ഡാളസിൽ ഇങ്ങനൊന്നും ഇല്ല, അതോ സിയാറ്റില്ലേ ഉള്ളോ? Oh, it's not here in Dallas, it's only in Seattle. ഓക്കെ, നോക്കൂ, ഇപ്പൊ ഒരു ബാക്ക്ഗ്രൗണ്ട് കിട്ടിയോ ഫസ്റ്റ് കൊരിന്ത്യൻസ്? Now, do you understand the background of 1 Corinthians? ഇത്രയും പോളിനോട് പ്രോബ്ലം ഉണ്ടാക്കിയ ഒരു സഭയില്ല. There's no greater problem for Paul than this church. ഈ സഭയിലേക്ക് ഒരു ലെറ്റർ കൊടുത്ത് ടൈറ്റസിന്റെ കയ്യിൽ പോൾ വിടുന്നുണ്ട്. Paul is giving this letter into the hands of Titus. ഈ ടൈറ്റസിനെ കാണാഞ്ഞിട്ട് വേല ചെയ്യാൻ പോലും പറ്റാതെ പോൾ സ്ഥലം മാറി പോകുന്നതായിട്ട് 2 കൊരിന്ത്യൻസ് വായിക്കുന്നുണ്ട്. And in 2 Corinthians, Paul is having to relocate himself because he's not able to find Titus. പോൾ എപ്പോഴും തന്റെ സെക്കൻഡ് ആയിട്ട് അയക്കുന്നത് തിമത്തിയെയാണ്. And his second person that he sends for himself is Timothy. ഫിലിപ്പിയിലേക്ക് തിമത്തി അയക്കുന്നുണ്ട്. Paul sends Timothy to Philippi. തെസലോനിക്കയിലേക്ക് അയക്കുന്നുണ്ട്. He sends Timothy to Thessalonica. എനിക്ക് എന്നെ പോലെ തന്നെ ചിന്തിക്കുന്ന വേറൊരുവനില്ല എന്നാണ് തിമത്തിയെ പറ്റി പറയുന്നത്. And he says about Timothy that there's nobody else who's more like me than Timothy. തിമത്തിയെ കൊരിന്ത്യർക്ക് ആ സഭയിലേക്ക് അയക്കുമ്പം 16-ാം അധ്യായത്തിനകത്തൊരു വാക്യമുണ്ട്, അവൻ നിങ്ങളുടെ അടുക്കൽ വന്നാൽ പേടിപ്പിക്കരുത് എന്നാണ് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത്.
And you know, in chapter 16, when Paul is sending Timothy to the Corinthian church, he says that you must not frighten him, is how it should literally be translated. കാരണം ഒരു 30 വയസ്സ് താഴെയുള്ള ഒരു പയ്യൻ പാസ്റ്ററാണ് തിമത്തി. Because he's a young pastor, probably under the age of 30. അങ്ങനെ എല്ലാ നിലയിലും പഫ്ഡപ്പായ അരഗന്റായ കൃപാവരങ്ങളുടെ കാര്യത്തിൽ പുകഴുന്ന, ടീച്ചേഴ്സിന്റെ കാര്യത്തിൽ പുകഴുന്ന, ഫിലോസഫിയുടെ കാര്യത്തിൽ പുകഴുന്ന, അങ്ങനെ എല്ലാം കൊണ്ട് ചീർത്തിരിക്കുന്നവർക്ക് പല ലേഖനങ്ങൾ പോൾ എഴുതി. എന്നാൽ ഇൻസ്പയർഡ് ആയിട്ട് ആദ്യത്തെ ലേഖനം എഴുതി, അതാണ് ഫസ്റ്റ് കൊരിന്ത്യൻസ്. And 1 Corinthians, this is the inspired letter of God to address the prideful arrogance in the church of Corinth. ഈ സമയത്ത് ഈ സഭയ്ക്ക് നല്ല ട്രീറ്റ്മെന്റ് ആവശ്യമാണ്. And this church is getting a good treatment. അത്രയ്ക്ക് നിഗളികളാണ് ആ സഭയിലുള്ള വലിയൊരു ഗ്രൂപ്പ് ആളുകൾ. It is a group that is so arrogant within the church. പ്രിയപ്പെട്ടവരെ, ബൈബിളിൽ ദൈവം എതിർത്ത് നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്. ആരെന്നറിയോ? There's a group of people that is listed in the Bible that God opposes. പാപികളോടൊന്നില്ല. It doesn't say God opposes sinners. നിഗളികളോട്. പിന്നെ കർത്താവിന്റെ വലിയൊരു കരുണ എന്നാണെന്നറിയാമോ? നിഗളിയുടെ രാജാവാണല്ലോ പിശാച്. God opposes the proud because the great prince of pride is Satan himself. ഈ ഗ്രേറ്റ് പ്രിൻസ് ഓഫ് പ്രൈഡ് ആയ പിശാചിനെ കൊണ്ടാണ് പോളിനെ നിഗള ഇല്ലാതാക്കാൻ കർത്താവ് ട്രീറ്റ് ചെയ്തത്. എത്ര അത്ഭുതമല്ലേ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇതിന്റെ ഫോളോയിങ് മീ. Amen. ഈ പണ്ട് ഞാൻ സ്കൂളിൽ പഠിച്ചപ്പോൾ ടീച്ചർ പറഞ്ഞിട്ടുണ്ട്, മനസ്സിലാകുന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെക്കണം, മനസ്സിലാകുന്നില്ലെങ്കിൽ ഇങ്ങനെ വെക്കണം. When I was studying in school, my teacher told me, if you understand what I'm saying, then nod your head like this. If you don't understand, then just do this. ഓ, നിങ്ങളെ എൻ്റെ കൂടെ ഒന്ന് കൂട്ടാനായിട്ടുള്ള ശ്രമമാണ് ഞാൻ ഈ നടത്തുന്നതെല്ലാം കേട്ടോ. നോക്കൂ, അങ്ങനെ ഒരു മെഡിസിൻ ക്യാബിനറ്റുമായിട്ട് പോള് കൊരിന്തിലേക്ക് ലേഖനം അയക്കുകയാണ്. ഈ അരകൻ്റായ ചീർത്തിരിക്കുന്ന അഹങ്കാരികളായ ഒരു ഗ്രൂപ്പ് ആളുകളെ നേരെയാക്കാൻ ദൈവാത്മാവിനാൽ ഒരു ലേഖനം എഴുതി അയക്കുകയാണ് ഫസ്റ്റ് കൊരിന്ത്യൻസ്. So this 1 Corinthians, Paul is reaching into the medicine cabinet to correct the arrogance that is found in the Corinthian church. ഒരു സ്ട്രോങ്ങസ്റ്റ് മെഡിസിൻ കൊടുക്കുകയാണ്. It is a strong medicine under the inspiration of the Holy Spirit. മറ്റൊന്നിൽ പറഞ്ഞാൽ ഹെൽത്തി ഡോസ് ഓഫ് ഗ്രേസ് എന്ന് പോൾ പറഞ്ഞു കൊടുക്കുകയാണ്. Paul is giving them a healthy dose of grace. ഇത്രയും ബാക്ക്ഗ്രൗണ്ടിൽ ചീർത്തിരിക്കുന്ന ആളുകളോട് 26-ാമത്തെ വാക്യം മുതൽ 30 വരെ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? വായിച്ചോ. ഇനിയാണ് നമ്മൾ ആ വാക്യത്തിലേക്ക് വരാൻ പോകുന്നത്. Now, understanding this background, let's come back to the selected passage. ഞങ്ങള് പോളിന്റെ ആൾക്കാരാണ്, ഞങ്ങള് ഗോൾഡൻ ടങ്ങുള്ള അപ്പല്ലോസിന്റെ ആൾക്കാരാണ്. ഞങ്ങള് ഫസ്റ്റ് പോപ്പ് പീറ്ററിന്റെ ആളാണ്, യേശുവിന്റെ ആളാന്നൊക്കെ പറഞ്ഞവരോട് പോള് പറയുക, സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ നോക്കുവീൻ. There are some people that are saying, I'm a great follower of Paul, I'm a great follower of Apollos, but Paul writes to them, for consider your calling, brothers. വിളിയെ നോക്കുവീൻ. Consider your calling. 27-ാമത്തെ വാക്യം, നിങ്ങളുടെ തെരഞ്ഞെടുപ്പിനെ നോക്കുവിൻ. Verse 27, consider your election. 30-ാമത്തെ വാക്യം, നിങ്ങളോ അവനാൽ ക്രിസ്തുയേശുവിലിരിക്കുന്നു. Look at your conversion. Verse 30, look at your conversion. ഞാനതിന് ഇങ്ങനെ പറയാം. ഒന്ന്, consider your calling. One, consider your calling. Second, consider your election. Second, consider your election. Third, consider your conversion. Third, consider your conversion. ഇതിന്റെ കൺക്ലൂഷൻ ആയിട്ട് ചീർത്തിരിക്കുന്നവരോട് 31-ാമത്തെ വാക്യം പറയുകയാണ്, പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ എന്ന് എഴുതിയിരിക്കുന്ന പോലെ ആകേണ്ടതിന് തന്നെ ഞാൻ ഈ മുകളിൽ പറഞ്ഞ കാര്യം പറഞ്ഞിരിക്കുന്നു. And verse 31, as a conclusive, summative statement, Paul is writing, let him who boasts, boast in the Lord. Praise the Lord. Amen. നമുക്ക് 1-ാമത്തെ കാര്യം മുതൽ ദൈവകൃപയിൽ ആശ്രയിച്ച് ചിന്തിക്കാനായിട്ട് പോവുകയാണ്. എല്ലാവരും വാക്യത്തിലേക്ക് നോക്കണം. 26-ാമത്തെ വാക്യം നോട്ട് ചെയ്യുന്നവർ ഓർക്കുക, കൺസിഡർ അവർ കോളിംഗ്.
Let's first consider our calling. Verse 26. 26 വാക്യം വായിക്കുന്നു, സഹോദരന്മാരെ നിങ്ങളുടെ വിളിയെ നോക്കുവിൻ. ലോകാഭിപ്രായ പ്രകാരം ജ്ഞാനികൾ ഏറെയില്ല, ബലവാന്മാർ ഏറെയില്ല, കുലീനന്മാരും ഏറെയില്ല. For consider your calling, brothers, that many were not wise according to the flesh, not many mighty, and not many noble. ഈ വിളിയെ നോക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്നാ? What does it mean to consider your calling? വളരെ ഷാർപ്പായിട്ട് നിങ്ങളെ എവിടുന്നാണ് വിളിച്ചതെന്ന് ക്ലിയറായിട്ടൊന്ന് നോക്കുക. You must be able to gaze very clearly as where God has called you from. Narrow your focus. Narrow your focus. Gaze at this. Gaze at this. ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും ആർക്കെങ്കിലും ഒക്കെ ഉള്ളിന്റെ ഉള്ളിൽ അറിഞ്ഞോ അറിയാതെയോ ഒരു പ്രൈഡ് പരേഡ് നടത്തണം എന്ന് ചിന്തയുണ്ടെങ്കിൽ വീണ്ടും ജനിച്ചവരോട് ഞാൻ പറയാം, കൺസിഡർ യുവർ കോളിംഗ്. If there's anybody here that is prideful or considering doing a pride parade, I want to tell you that you should first consider your calling. Praise God. Amen. ഇവിടെ ഈ കോളിംഗ് എന്നുള്ളത് ഒരു സ്പെഷ്യൽ കോളിംഗ് ആണ്. This calling here is a special calling. ഈ ഗോസ്പൽ എല്ലാവരോടും പറയാനായിട്ട് നമ്മളെ വിളിച്ചതാണ്. God has called us to preach the gospel to everyone. അതിനെ രണ്ട് നിലയിൽ പറയാറുണ്ട്. ജനറൽ കോളിംഗ് നമുക്ക് കാണാം. We have a general calling. എല്ലാവരോടും നമ്മൾ പറയുകയാണ്. We share it to everybody. എന്നാൽ ഇതിൽ വിശ്വസിക്കുന്ന ആളുകളെ സ്പെഷ്യൽ കോൾ ആയിട്ട് കർത്താവിന്റെ രാജ്യത്തിലേക്ക് ആക്കുകയാണ്. But for those who believe the message that we preach, we call it a special calling. നമ്മളെല്ലാം ജനറൽ കോൾ കേട്ട് നടന്നവരാണ്. പക്ഷേ ഒരു ദിവസം കർത്താവ് നമ്മളെ സ്പെഷ്യൽ ആയിട്ട് വിളിച്ചു. We were all exposed to the general calling of God, but once upon a time, one special calling brought us into the kingdom of God. നിങ്ങളോട് ഞാൻ പറയുന്നത് ജനറൽ കോളിന്റെ കാര്യമല്ല, വെരി സ്പെഷ്യൽ കോൾ. I'm not just talking about a general calling, but I'm talking about the very special calling of God. എന്ന് പറഞ്ഞാൽ പാപത്തിൽ നിന്ന് രക്ഷയിലേക്ക് വിളിച്ച കോൾ. This is a call that brought us out of sin and into salvation. ഇത് പറയാൻ കാര്യം എന്താണെന്നറിയാമോ? ഇത് മനസ്സിലായി കഴിഞ്ഞാൽ ഒരുവന്റെ അകത്തും വ്യാജമുണ്ടാകുകയില്ല, ഒരുവന്റെ അകത്തും നിങ്ങളുണ്ടാകുകയില്ല, ഒരു പ്രൈഡ് പരേഡിനും അവനെ കിട്ടുകയില്ല. If somebody understands the way that God called him, when they understand that there will be no room for boasting, there will be no room for any pride at all. പോള് ഈ കോളിംഗ് പറയുന്നതിന് മുമ്പ് നല്ലൊരു ഗ്രൗണ്ട് വർക്ക് നടത്തിയിട്ടാണ് ഇത് പറയുന്നത് കേട്ടോ. Before Paul talks about the calling, the special calling, he is laying down a good groundwork. 1-ാം അധ്യായം 2-ാം വാക്യം മുതൽ 1:26 വരെ chapter 1 verse 1 to chapter 1 verse 26 വായിക്കുമ്പോൾ വളരെ മനോഹരമായിട്ട് പോൾ ഇത് പറയാനായിട്ടുള്ള ഒരു ബേസ് ഇട്ടാണ് എഴുതുന്നത്. Paul is laying down the base in 1 Corinthians chapter 1 verses 2 and 1 verses 26. He's laying down the base before he talks about our calling. 2-ാം വാക്യം ശ്രദ്ധിച്ചോ? അതിന്റെ ഒടുവിൽ, മലയാളത്തിലെ ഒടുവിൽ, വിളിക്കപ്പെട്ട വിശുദ്ധന്മാരായവർക്ക് എഴുതുന്നത്, സെയിൻസ് ബൈ കോളിംഗ്. അല്പം കൂടെ നന്നായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്താൽ വിളി കൊണ്ട് വിശുദ്ധരായവർക്ക് എഴുതുന്നത്. Paul writes like this: we are called as saints. Praise God. Amen. അവിടെ രണ്ട് കാര്യം ആ വാക്യത്തിനകത്തുണ്ട്. There are two things within this verse. ദൈവം നമ്മളെ വിളിക്കുന്നതാണ് ഞാനിപ്പോ വായിച്ചത്. We are reading what God calls us. ആ വാക്യത്തിനകത്ത് തന്നെ നാം ദൈവത്തെ വിളിക്കുന്നതുകൊണ്ട്. And also in that verse is we call on the name of the Lord Jesus. കണ്ടോ? യേശു ക്രിസ്തുവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവരും, കണ്ടോ? Those who are calling upon the name of the Lord Jesus Christ. ഓർഡർ എത്ര മനോഹരമാണെന്ന് നോക്കിയേ. First God called us, then we call God. First God calls us, then we call God. ഇത്രയും മനസ്സിലാക്കിയാൽ തന്നെ അകത്ത് ജീവനുള്ളവന് സ്തോത്രം പറയാം. Those of you who have any life inside of you will praise God. Praise God. Hallelujah. ഈ നമ്മൾ ചിന്തിക്കുന്ന എന്നാന്നറിയാമോ? ഈ ലോട്ടറി പാസ്സാകുന്ന കാര്യമൊക്കെ കേൾക്കുമ്പോൾ ഉറക്കെ ആമേൻ പറയുന്നവൻ ആത്മീയൻ എന്നാ നമ്മുടെ ധാരണ. We think that a person who praises God for winning the lottery is a person who is spiritual. എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ചെറീഷ് ഫ്ലറീഷ് എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഈ മ്യൂസിക് ഒരു ഉന്മാദത്തിലൊക്കെ ആക്കുമ്പോൾ ഒത്തിരി ആളുകൾ അല്ലേലിയൊക്കെ പറയും. നമ്മൾ ഓർക്കുന്ന അവര് ഭയങ്കര ആത്മീയരാണെന്ന്. We think that those who get whipped up into an emotion in a musical frenzy are the great spiritual people. എനിക്ക് ഇച്ചിരി സംശയം ഉണ്ടാകരുത്. But I have some doubts. ഒറിജിനലി ഒരുത്തൻ കീബോർഡ് ഉറക്കെ വായിക്കുന്നത് എപ്പോഴാണ് അറിയാവോ? Even when the keyboard is playing really loud.
ട്രൂത്ത് കേൾക്കുമ്പോ ആ സന്തോഷത്തിൽ വേണം വായിക്കാൻ. They must understand the truth and they must rejoice in that truth. എപ്പോഴാ ഉറക്ക ഹല്ലേലൂയ പറയേണ്ടതറിയാവോ? Do you know when you should shout a hallelujah? നമ്മുടെ വിളിയെ കുറിച്ച് തിരുവെടുത്ത് പറയുന്ന ഓർക്കുമ്പോ വേണം നമ്മൾ പറയാൻ. When you understand your calling as according to the scriptures of God. ഇപ്പോൾ ഗ്രൗണ്ട് വെക്കുന്ന കണ്ടോ, ഗ്രൗണ്ട് നല്ല ബേസ്മെന്റ് ഇട്ട് വരുന്ന കണ്ടോ. ദൈവം ആദ്യം വിളിച്ചു, പിന്നെ നമ്മൾ ദൈവത്തെ വിളിച്ചു. In verse 2, Paul is laying down the groundwork. He's laying down the foundation. First, God calls us, then we call on God. 9-ാമത്തെ വാക്യം അതിമനോഹരമാണ്. തൻ്റെ പുത്രനും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നമ്മെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസൻ. അവിടെ പറയുന്ന ആ കൂട്ടായ്മ എന്നുള്ളത് സേവിങ് റിലേഷൻഷിപ്പ് വിത്ത് ക്രൈസ്റ്റ്. അതാണ് എൻ്റെ അർത്ഥം. In verse 9, Paul writes like this: God is faithful, through whom you are called into fellowship with his Son, Jesus Christ our Lord. That is a saving fellowship, a saving relationship with Jesus. അതൊരു സ്പിരിച്വൽ ഫെലോഷിപ്പിന്റെ കാര്യമല്ല. കോളിംഗ് ഇൻടു സേവിങ് റിലേഷൻഷിപ്പ് വിത്ത് ക്രൈസ്റ്റ്. It's not just talking about some spiritual experience, but you have been called into a saving relationship with God. ആ വിളി എന്താണെന്ന് പറഞ്ഞപ്പോൾ താഴോട്ട് വരികയാണ്. So Paul is talking about this call over and over again, and then we come to our verse. 24-ാം വാക്യം വീണ്ടും മോർ എക്സ്പ്ലനേഷനിലേക്ക് അപ്പോസ്തലൻ വരുന്നു. Verse 24. In verse 24, there's more explanation here. ജാതികൾക്ക് ഈ വിളി ഭോഷത്വമെങ്കിലും യഹൂദന്മാരാകട്ടെ യവനന്മാരാകട്ടെ വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവിനെ തന്നെ. This call was regarded as foolish by both Jews and Greeks, but those who are called according to the power of God, it is the power of God and the wisdom of God. ഈ വാസ്തവത്തിൽ 24-ാമത്തെ വാക്യം 22-ാമത്തെ വാക്യത്തിന്റെ മറുപടിയാണ്. Verse 24. Verse 24 really is the answer to verse 22. യഹൂദന്മാര് പറയുകയാണ് അടയാളം ഒന്നുമില്ലല്ലോ. The Jews are saying there's no signs here. അതായത് സൂപ്പർ നാച്ചുറൽ ഒന്നുമില്ലല്ലോ. There's nothing supernatural going on here. 24-ാമത്തെ വാക്യത്തിൽ ആൻസർ കണ്ടോ. രക്ഷിക്കപ്പെട്ടവരോട് ചോദിച്ചു നോക്ക്, അവിടെ ഒരു സൂപ്പർ നാച്ചുറൽ പവർ ഉണ്ടായിരുന്നു. But the answer in verse 24 is, look at those who have been saved. There is something powerful and supernatural there. 22-ാമത്തെ വാക്യത്തിനകത്ത് ജ്ഞാനം ഒന്നുമില്ലെന്നല്ലേ യവനന്മാർ പറഞ്ഞത്. Verse 22, the Greeks are saying, where's the wisdom in this message? എന്നാൽ രക്ഷിക്കപ്പെട്ട യവനന്മാരോട് ചോദിച്ചു നോക്ക്, but in verse 24, look at those who have been saved. The salvation of God, the calling of God is the wisdom of God. And then he comes to consider your calling. ഇത്രയും പറഞ്ഞിട്ടാണ് 26-ാമത്തെ വാക്യം വന്നപ്പോഴത്തേക്ക് Paul already set a table. Paul has already set the table when he is telling the believers of Corinth to consider their calling. അപ്പോസ്തലൻ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? Do you know what the great apostle is saying? നിങ്ങളുടെ വിളിയെ നോക്കുക എന്ന് പറഞ്ഞാൽ ദൈവം നിങ്ങളെ വിളിച്ചപ്പോൾ നിങ്ങൾ എവിടായിരുന്നു എന്ന് നോക്കണം. Paul is saying that when God called you, look at where God called you from. തിരുവെഴുത്തിനകത്തെ വാക്യങ്ങൾ ഓരോന്നോരോന്ന് പറഞ്ഞാൽ തിരിയല്ലോ. നമ്മളോ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ അവിടെ തന്നെ നിൽക്കാം. നമ്മൾ അന്ധകാരത്തിലായിരുന്നു, നമ്മൾ നരകത്തിലേക്ക് ബോർഡ് വെച്ച് പോയിക്കൊണ്ടിരുന്നവരായിരുന്നു. അവിടെ നിന്ന് തൻ്റെ സ്പെഷ്യൽ കോൾ കൊണ്ട് എന്നെ അകത്താക്കി. നിങ്ങളുടെ വിളിയെ നോക്കുവീ. Paul says that we were in utter darkness and we have been called out of darkness and into God's marvelous light. You and I were in great darkness. We were headed for hell, and God called us from that and brought us into his light. തികച്ചും വ്യത്യസ്തമായ ചില കാര്യങ്ങളാണ് ഇനി ആ വിളിയെ പറ്റി പറഞ്ഞേക്കുന്നത്. And we see that there are more things written about that great call. This is so antithetical to the world. This is so antithetical to the word. നിങ്ങളൊരു കമ്പനിയുടെ മാനേജർ ആണെന്ന് കൂട്ടുക. Suppose that you're a manager of a company. നിങ്ങൾ എങ്ങനെയുള്ള ആളുകളെ ആയിരിക്കും ടീമിലേക്ക് ഹയർ ചെയ്യുന്നത്? How will you hire somebody onto your team? ഇച്ചിരി കുഞ്ഞുങ്ങളോട് ചോദിക്കാം, നിങ്ങൾ സോക്കർ കളിക്കുന്ന ഒരു ടീമിന്റെ ക്യാപ്റ്റൻ ആണെന്ന് കൂട്ടുക. Let me ask the young people, consider you're on a soccer team and you're a captain of that team. How do you choose an individual as whether they're a forward, a midfielder? You do great tryouts and you go through great measures to select people for your team. This is so antithetical to the world. But it's not the same type of calling or selection
here. It is antithetical to the world. ത്രീ നെഗറ്റീവാണ് അടുത്ത വാക്ക്. In the next verse, there are three negatives. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഞങ്ങൾ വലിയ ഏതൻസിന്റെ അടുത്ത് താമസിക്കുന്നവരാന്ന് പറഞ്ഞുകൊണ്ടിരുന്നവരോട് അപ്പോസ്തലൻ പറയുക, സഹോദരന്മാരെ, കാര്യം മനസ്സിലായില്ലേ? സഹോദരന്മാരെ, വിളിയെ നോക്കുവിൻ. എന്നിട്ട് അവിടെ കൊണ്ട് നിർത്തുകയാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അതിന്റെ അർത്ഥം എന്നാ അറിയാം? ലുക്ക് അറ്റ് യുവർ സറൗണ്ടിങ്സ്. ചുമ്മാ ആലോചിച്ച് പറഞ്ഞാൽ ലുക്ക് അറ്റ് യുവർ സറൗണ്ടിങ്. Paul is writing to this great Corinthian people who are so close to Athens, and Paul says, look around you, look at your surroundings, consider your calling. You can interpret it as Paul saying, look around you, look at your surroundings. ലുക്ക് അറ്റ് യുവർ സറൗണ്ടിങ് ഞാൻ ഉദ്ദേശിച്ചത്, കൊരിന്തിലൊരു ചർച്ച ഉണ്ട്. Suppose that there's a church in Corinth. കൊരിന്തിലെ ചർച്ചിൽ ആ ലുക്ക് അറ്റ് യുവർ സറൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ഈ ലോക്കൽ ചർച്ചിൽ ഇരിക്കുന്ന ആളുകൾ അവിടെ തന്നെ ഇരിക്കുന്നവരെ ഒന്ന് നോക്കാനാണ് പറഞ്ഞത്. അവിടെ തന്നെ ഇരിക്കുന്നവരെ നോക്കിയേ. Paul is telling the people in the local church, look around you, look at the people around you. എന്നിട്ട് അടുത്ത വാക്ക് പറയുക, ജ്ഞാനികൾ ഡാളസ് ഏജിയോടും പരിശുദ്ധാത്മാവിന് പറയാൻ ഇതേ ഉള്ളൂ, സിയാറ്റിൽ IPC ചർച്ചിനോടും പരിശുദ്ധാത്മാവിന് പറയാൻ ഇതേ ഉള്ളൂ, ലുക്ക് അറ്റ് യുവർ സറൗണ്ടിങ്. Paul is saying here, God has chosen the foolish, and he's saying, look around you, look at your surroundings. ജ്ഞാനികൾ ലോകാഭിപ്രായ പ്രകാരം, ഞാൻ അതൊക്കെ സമയമുണ്ട് വിശദമാക്കാം. നമ്മുടെ സമയം പകുതിക്കുള്ളിൽ കഴിഞ്ഞു പോയല്ലേ? ഒന്നാമത്തെ പോയിന്റ് ആയില്ല. ലോകാഭിപ്രായം പ്രകാരം എന്ന് പറഞ്ഞാൽ വേൾഡ്ലി ലേണിംഗ് വെച്ച് നോക്കിയാൽ നമ്മൾ മാനേജേഴ്സ് ക്ലയന്റിനെ ഹയർ ചെയ്യുന്ന സ്റ്റാൻഡേർഡ് നോക്കിയാൽ ജ്ഞാനികൾ ഏറെ ഇല്ല. ഒന്നോ രണ്ടോ എണ്ണോ ഒക്കെ ടെക്സസിലുണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. According to the worldly metric, we are considered foolish. And if you are looking at this as a manager, it's very antithetical to the way that you would go about hiring or selecting somebody. ജ്ഞാനികളേറെ ഇല്ല. There's no one who is wise. നിങ്ങൾ ചുറ്റും നോക്കണ്ട, അകത്തെ കണ്ണുകൊണ്ട് എല്ലാവരും അറിയാമല്ലോ. ചുമ്മാ ആലോചിച്ചാൽ മതി, ജ്ഞാനികൾ ഏറെ ഇല്ല. You don't need to literally look around, but just consider in your heart, there are not many wise amongst us. വെരി ഫ്യൂ ഉണ്ട്. Very few. രണ്ട്, ബലവാന്മാർ, അതിന്റെ അർത്ഥം ഞാൻ പറയാം, മൈറ്റി, ബലവാന്മാർ ഏറെയില്ല. Not many who are mighty. മൂന്നാമത്തേത്, നോട്ട് മെനി നോബിൾ. And thirdly, not many noble. കുലീനന്മാർ. അഹങ്കാരത്തിൽ വീർത്തിരുന്ന കൊരിന്ത്യ സഭയിൽ ഈ ലെറ്റർ ആ ചർച്ചിലെ ഉപദേശി എഴുന്നേറ്റ് എന്ന് വായിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഷോക്കിംഗ് ഇൻസിഡന്റ് എന്തായിരിക്കും ആലോചിച്ചിട്ടുണ്ടോ? This church who is so prideful, so arrogant, could you imagine the reader of this letter reading this letter and the shock that is going throughout the church? അന്നിങ്ങനെ ബൈൻഡഡ് 66 ബുക്സ് ഇല്ല. There's no binded 66 books during this time. റെവലേഷൻ കംപ്ലീറ്റഡ് അല്ല. Revelation has not been completed while this, കിട്ടിയേക്കുന്ന ഒന്നോ രണ്ടോ ലെറ്റേഴ്സ് മാത്രമേ ഉള്ളൂ. and they only have a few letters that have been circulated. ഈ അന്നത്തെ കാലത്ത് ഈ ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൂടുതൽ വന്നുകൊണ്ടിരുന്നത് സ്ത്രീകളും കുഞ്ഞുങ്ങളും ആണെന്നാ പറയുന്നത്. സ്ത്രീകളും കുഞ്ഞുങ്ങളും. In the first century church, the greater number of believers were first children and women. അല്പ ഹിസ്റ്ററി ഒക്കെ വേണമെങ്കിൽ പറയാം, പക്ഷെ അനുചിതമായതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ പറയുന്നില്ല. I can give you a little bit more history, but because it's not favorable to time, I'll keep moving forward. നോക്കൂ, ജ്ഞാനികളേറെ ഇല്ല. There are not many wise. എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നോട്ട് മെനി എന്ന് പറഞ്ഞാൽ there are some. When it says that there are not many, it means that there are some who are wise. എക്സെപ്ഷൻസ് ആണ്. There are some exceptional people. ഈ ജ്ഞാനികൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഏതൻസിന്റെ കാര്യത്തിലൊക്കെ അവർ ഭയങ്കര പ്രൈഡാണ്, പക്ഷേ അവിടുത്തെ ഫിലോസഫേഴ്സ് ഒന്നും നിങ്ങളുടെ ചർച്ചിൽ ഇല്ലല്ലോ എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. Paul is saying that yes, you are close to Athens, but none of those philosophers there are here amongst your church. പീറ്ററിന്റെ ആളാ, പീറ്റർ അതിനോട് വന്നിട്ട് പോലും ഇല്ലല്ലോ എന്നാണ് അർത്ഥം. Paul is saying, people are saying, oh, we're of Peter, but Paul is saying, but Peter has not even been amongst you. പോളിന്റെ കാര്യം പറയുന്നവരോട് പറയാ, പോൾ പറയാ, ഞാൻ അങ്ങോട്ട് വരാൻ തീരുമാനിച്ചാൽ പോലും വരണ്ടെന്നല്ലേ നിങ്ങൾ പറയുന്നേ? When there are some people saying that I am of Paul, but even Paul is saying, even when I decide to come, there are some people who say that you should not come, Paul. ക്രിസ്തുവിന്റെ പക്ഷക്കാരെന്ന് പറഞ്ഞാൽ അതിനകത്ത് കർത്താവ് ഉണ്ടോ എന്നത് ഭയങ്കര സംശയമുള്ള കാര്യമാണ് ഇപ്പോൾ. Even those who are saying that I am of Christ, Paul is writing and saying, I'm very doubting if Christ is truly amongst you. ഈ വെളിപ്പാട് പുസ്തകത്തിനകത്തൊരു വാക്യമുണ്ടല്ലോ, നമുക്ക് എല്ലാവർക്കും നമ്മൾ ഈ ഗോസ്പൽ പ്രസംഗത്തിന് വെച്ചേക്കുന്നൊരു വാക്യ, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. നമുക്കൊരു വാക്യം അറിയാം, എല്ലാവർക്കും അറിയത്തില്ലേ? In the great book of Revelation, we see a verse that is commonly used for evangelism, that behold, I knock at the door, and if anyone opens the door, I'll come and have fellowship with him.
ആ വാക്യം നമ്മൾ ഞാനും ഗോസ്പൽ പ്രസംഗിക്കാൻ നേരത്ത് ആ വാക്യമൊക്കെ പറയാറുണ്ട്. Even when I preach the gospel, I also quote that verse. പക്ഷെ എന്നാലും അതൊന്ന് ആലോചിച്ച് നോക്കിയേ ആ വാക്യത്തിന്റെ കോണ്ടെക്സ്റ്റ് എന്താന്ന്. But do you know what the context of that verse is? ചർച്ചിനോടാ പറയുന്നേ. He is writing this letter to the church. ഞാൻ വാതുക്കൽ നിന്ന് I'm standing at the door. ഒരു ടീച്ചർ ബൈബിൾ സ്റ്റഡി എടുത്തോണ്ട് വന്നപ്പോൾ പറഞ്ഞു ഞാൻ വാതുക്കൽ നിന്ന് മുട്ടുന്നു എന്ന് കർത്താവ് പറഞ്ഞ കാര്യം പറയുക. And there's a teacher that is telling a story about Jesus knocking on the door of the church. അന്നേരം അവിടെ ഇരുന്ന ആളോട് ടീച്ചർ ചോദിച്ചു, അല്ലെങ്കിൽ ആ പാസ്റ്റർ ചോദിച്ചു, എവിടെ നിന്നാ വാതിലിന്റെ അകത്തു നിന്നാണോ പുറത്തു നിന്നാണോ മുട്ടുന്നതെന്ന് ചോദിച്ചു. And the teacher asked the question, where is this knocking coming from? Is it coming from the inside or the outside of the door? കാര്യം ചർച്ചാണെങ്കിൽ പുറത്തു നിന്നല്ല അകത്തു നിന്നാ, റൈറ്റ്? ഓ അല്ലേ? ഒരാൾ പറഞ്ഞതേ അതിന് മറുപടി പറഞ്ഞത് എങ്ങനെയാ, എങ്ങനെയും ഇതിനകത്തുനിന്ന് ഇറങ്ങിപ്പോയാൽ മതി എന്ന് പറഞ്ഞു കൂട്ടുകാരുന്നത്. ആ വാക്യം ഗോസ്പലിന് പറയുമ്പോൾ മാറ്റി പറഞ്ഞോണം കേട്ടോ, അത് നമ്മളോട് പറഞ്ഞേക്കുന്ന. That context is written to the church. ജ്ഞാനികൾ അറിയില്ല. There are not many wise amongst us. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ലോകത്തിന്റെ ലേണിംഗ് സിസ്റ്റം വെച്ച് നോക്കുമ്പം വളരെ കുറച്ചാളുകൾ മാത്രമേ ആ കാറ്റഗറിയിലുള്ളവർ നമ്മുടെ ഇടയിലുള്ളൂ, അല്ലെ? ഈവൻ നമ്മുടെ രാജ്യത്ത് തന്നെ ഉള്ളൂ, റൈറ്റ്? പക്ഷേ ഒരുവനോട് അഹങ്കരിച്ചിരിക്കുന്ന കൊരിന്ത്യരോട് പറയുക, ഗെയ്സ് ഓൺ യുവർ കോളിംഗ്. And the one who is so arrogant in their pride, Paul is writing this letter, gaze upon your calling. ഇന്ന് രാത്രി എത്രമാത്രം തമ്പുരാന്റെ പാദത്തിങ്കൽ താഴാമോ അത്രയും താണിട്ട് ഈ തിരുവെഴുത്ത് എന്നോട് പറയണം, എന്റെ വിളിയെ നോക്കുവീൻ. However much you can lower yourself at the feet of Jesus, you must lower yourself and you must look at the calling and consider your calling and lower yourself in the presence of Jesus. ജ്ഞാനികളേറെയില്ല. There are not many wise amongst us. Not many mighty. ബലവാന്മാരേറെയില്ല. There are not many mighty amongst us. ബലവാന്മാരേറെയില്ലെന്ന് പറഞ്ഞാൽ പൊളിറ്റിക്സിൽ ബലവാന്മാരായവർ, എഡ്യൂക്കേഷനിൽ ബലവാന്മാരായവർ, ഫിനാൻസിൽ ബലവാന്മാരായവർ, ഫെയിമിൽ ബലവാന്മാരായവർ. കൊരിന്ത്യരെ അങ്ങനെയുള്ളത് വളരെ കുറച്ചേ ഉള്ളൂ. ബഹുഭൂരിപക്ഷം ആളുകളും ആ കാറ്റഗറിയിലുള്ളവരല്ല. നിങ്ങളുടെ വിളിയെ നോക്കുവീൻ. When Paul says there are not many mighty amongst you, he's saying that there are not many who are politically mighty, there are not many who are financially or educationally or famous amongst you. There are not many who are mighty, but very few of you are mighty in that level, but many of you are not mighty to that degree. കമ്മ്യൂണിറ്റിയിൽ ഇൻഫ്ലുവൻസ് ഉള്ളവർ വളരെ കുറവാണ്, അല്ലേ? Very few who are very influential in the community. ജ്ഞാനികളെ അറിയില്ല. Not many wise. ബലവാന്മാരേറെയില്ല. Not many mighty. അകത്ത് വീണ്ടും ജന്മം വന്നവന് ഒരു കാര്യം അറിയാം, തമ്പുരാൻ ജ്ഞാനിയല്ലാത്ത, ബലമില്ലാത്ത, സോഷ്യൽ എലീറ്റ് അല്ലാത്ത എന്നോട് കരുണ തോന്നാൻ ദൈവം എന്നോട് കൃപ കാണിച്ചതോർത്ത് ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കുന്നു. And we must praise God that God chose us who was not so wise, who were not so mighty, and who were not part of the social elite, but God chose us in spite of all of those things. കുലീനന്മാരേറെയില്ല. There are not many noble. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, what does that mean? who are well born. നമ്മുടെ ഇടയിൽ കുറവാ. People who are well born. നമ്മളൊക്കെ ലോ ബോൺ എന്നതിൻ്റെ അർത്ഥം, റൈറ്റ്? So that means that many of us are low born. അപ്പർ ക്രസ്റ്റ് ഓഫ് സൊസൈറ്റിയിലുള്ളവർ വളരെ കുറവാ. Very few people that are the upper crust of society. പ്രിവിലേജ്ഡ് ക്ലാസ് വളരെ കുറവാ. Very few people who are considered privileged. സോഷ്യൽ എലീറ്റ് ആയിട്ടുള്ളവർ വളരെ കുറവാ. Very few people who are considered the social elite. പക്ഷേ ഒരു സന്തോഷ വാർത്ത എന്താണെന്നറിയാമോ? But do you know God always done it in this way. But do you know what the great truth of this message is? That God always does it this way. Praise God. Praise God. തമ്പുരാന്റെ എല്ലാ പ്രവൃത്തി നോക്കിയാലും തമ്പുരാൻ ആരംഭം മുതൽ ഇങ്ങനെയുള്ള ആളുകളെ വിളിച്ചാണ് തന്റെ രാജ്യം പണിതത്. When you look at the working of God, even from the beginning, God chooses people like this to establish his kingdom work. ആദ്യം ദൈവം വിളിക്കുന്ന അബ്രഹാമിനെ, അല്ലേ? അബ്രഹാം. Look at the first person, Abraham, that God chooses. അദ്ദേഹം ഒരു ഐഡൽ വർഷിപ്പർ ആയിരുന്നു. He was an idol worshiper. മൂണിനെ വർഷിപ്പ് ചെയ്യുന്ന ആളാണെന്ന് വായിച്ചേക്കുന്നത്. And some people say that he was a person who worshipped the moon. പക്ഷെ ഒരു രാജ്യത്തിന്റെ തുടക്കം ആ കുലീനനല്ലാത്ത ഒരുവനെ കൊണ്ടായിരുന്നു. But God used this person who was lowborn to bring about a great nation. അടുത്ത മോശയെ വിളിക്കുന്നുണ്ട് അടുത്തൊരു പ്രോഗ്രാമിന് വേണ്ടി. And the next section you find that God chooses a person like Moses. ഞാൻ ഇടയ്ക്ക് ഓർത്തിട്ടുണ്ട്, ഫറവോനെ അങ്ങ് വിളിച്ചാൽ പോരായിരുന്നു, കാര്യം എളുപ്പമല്ലായിരുന്നു.
Why couldn't God have called Pharaoh? Things would have been a lot quicker. ദൈവം അങ്ങനെയല്ല വർക്ക് ചെയ്യുന്നേ. But God doesn't work like that. മോശെ വിളിക്കുന്നു. God chooses Moses. അതിനുശേഷം ദൈവത്തിന്റെ പദ്ധതി നിറവേറ്റാൻ ഡേവിഡിനെ ദൈവം വിളിക്കുകയാണ്. And then when you look at the next section, God chooses David, calls David. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഗോലിയാത്തിനെ വിളിച്ചാൽ എളുപ്പമല്ലായിരുന്നു. If you just called Goliath, things would have been a lot smoother. അതാ ഞാൻ മാത്രം അങ്ങനെ ചിന്തിക്കത്തുള്ളൂ, നിങ്ങൾ അങ്ങനെ ചിന്തിക്കത്തില്ല. Maybe I'm the only one who thinks like that. നമുക്ക് എന്തെല്ലാം കാര്യമല്ലേ. ഞങ്ങൾക്ക് ഒത്തിരി കാര്യം ചിന്തിക്കാനോട് ഉപദേശിച്ചു, ഇതൊന്നും ചിന്തിക്കാൻ Even as preachers, we mistake many things. എന്ന് പറഞ്ഞാൽ ഗസ്റ്റായിട്ട് വരുന്ന പാസ്റ്റർക്ക് ഇച്ചിരി കാര്യം ഒന്നും പറയാമല്ലോ, നാളെ ഞാനങ്ങ് പോവല്ലേ. Even a guest pastor can say many things. I'll be gone tomorrow. പക്ഷേ ദൈവത്തിന് ഗോലിയാത്തല്ല, ദാവീദ് തന്നെ വേണം. ദൈവത്തിന് ഫറോ അല്ല, മോശ തന്നെ വേണം. ദൈവത്തിന് മൂൺ വർഷിപ്പറായ അബ്രഹാം തന്നെ വേണം. തമ്പുരാൻ എപ്പോഴും തന്റെ വിളി ഈ നിലയിലാണ് ചെയ്യുന്നത്. God doesn't want Goliath. God wants David. God doesn't want Pharaoh. God wants Moses. God even chooses a person like a moon worshiper called Abraham. This is how God does his work. ദൈവരാജ്യം മണിയാൻ ഭൂമിയിലേക്ക് വന്ന നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ജെറുസലേം ദേവാലയത്തിലേക്കല്ല പോയത്, ഗലീലയിലേക്കാണ് പോയത്. God chose even Jesus to be born not in Jerusalem, but he chose him to be born in Galilee. എത്ര അത്ഭുതം അല്ലേ. How miraculous is this? ഗലീലക്കാരെ പറ്റി പറഞ്ഞൊരു വാചകമുണ്ട്, ഒന്നിനെ സ്കോളറാക്കാൻ കൊല്ലുകയില്ല, വല്ല ഈ അടിപിടി കേസിനൊക്കെ വിളിക്കാൻ കൊള്ളാമെന്ന് ഗലീലക്കാരെ പറ്റി വേറൊരു വാക്ക് ഉപയോഗിച്ചൊക്കെ ഞാനൊന്ന് അല്പം ലൈറ്റായിട്ട് പറഞ്ഞത്. അങ്ങനെയുള്ളതിന് മാത്രമേ ഗലീലക്കാരനെ കൊള്ളത്തുള്ളൂ എന്നാണ് ആൾക്കാർ പറയുന്നത്. People used to say that you can't expect to find a scholar in Galilee, but you could probably find some mercenary or somebody to do some dirty work for you in Galilee. ഫിഷർമാനായ ആളുകളെ, ടാക്സ് കളക്ടേറ്റ് ആയിട്ടുള്ള ആളുകളെ, അന്നത്തെ സെലസായി റോമ ഗവൺമെന്റിനെതിരെ യുദ്ധം ചെയ്യുന്ന ആളുകളെ, അങ്ങനെയുള്ള ചെറിയൊരു ഗ്രൂപ്പിനെ മാത്രമാണ് കർത്താവ് വിളിച്ചത്. But God calls us a fisherman. God calls a zealot. God calls tax collectors and these outcast people of society. ഇത്ര ഇടയ്ക്കൂടെ നോക്കിക്കേ, കൺസിഡർ യുവർ കോളിംഗ്. Look at this narrow gazing point. Consider your calling. ഇവിടെ ഇരിക്കുന്ന ആർക്ക് പറയാനായിട്ട് പറ്റും ഞാൻ ഇത്ര എലീറ്റ് ആയിരുന്നെന്ന്? How many of us can say and boast that I am this elite? ഞാൻ ഹൈ ബോൺ ആണെന്ന് ആർക്ക് പറയാൻ പറ്റും? Can somebody say that I am highborn? ആർക്കും പറയാനായിട്ട് പറ്റത്തില്ല. വളരെ ചെറിയ ചെറിയ ഉയർച്ചകളൊക്കെ നമുക്കുണ്ടായിരുന്നു കാണാം. പക്ഷേ ഇന്ന് രാത്രി തിരുവെഴുത്ത് തുറക്കുമ്പോൾ നമ്മുടെ കണ്ണിൽ പെടേണ്ടത് കൺസിഡർ യുവർ സ്പെഷ്യൽ കോളിംഗ്. Even though we cannot boast on many things, we must look at this verse and say, consider your special calling. ഒന്നാമത്തെ വാക്ക് ഞാൻ അവിടെ നിർത്തിക്കോട്ടെ. ക്ലിയർ ആയല്ലോ? Amen. രണ്ടാമത്തെ നോക്കിയേ, Look at the second part. 27, ജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു. കൺസിഡർ യുവർ ഇലക്ഷൻ. Verse 27 reads like this, but God has chosen the foolish things of this world to shame the wise. Consider your election. ഈ ഒരിക്കൽ എനിക്ക് തോന്നുന്നു ചാൾസ് സ്പർജൻ, നിങ്ങൾ കേട്ട് കാണും, ആ പ്രീച്ചർ ദൈവത്തിന് വേണ്ടി വളരെ പ്രയോജനപ്പെട്ട ആളാണ്. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, ഇലക്ഷനെ പറ്റി പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. There's a statement that Charles Spurgeon, the great Prince of Preachers, said about the term election. അത് Ephesians 1:1 പറ്റി പറഞ്ഞപ്പോൾ പറഞ്ഞതാണ്. He is writing this in his exposition of Ephesians chapter 1. ഈ Ephesians chapter 1 ലോകസ്ഥാപനത്തിന് മുമ്പ് കർത്താവ് നമ്മളെ തെരഞ്ഞെടുത്തെന്ന് വായിക്കുന്നത്, right? In Ephesians chapter 1 we read the great passage that God chose us even before the foundation of the world was laid. സ്പർജൻ പറഞ്ഞ എന്നാന്നറിയാമോ? Do you know what Spurgeon said? Thank God, ലോകസ്ഥാപനത്തിന് മുമ്പ് എന്നെ തെരഞ്ഞെടുത്തു, ഇപ്പോഴായിരുന്നെങ്കിൽ എന്നെ തെരഞ്ഞെടുക്കുകയില്ലായിരുന്നു. Spurgeon said, thank God that he chose me before the foundation of the world was laid, because if he saw me now, he would not elect me. എന്റെ കാര്യം അങ്ങനെ തന്നെ, നിങ്ങളുടെയോ? That's how my things are. How about yours? കൊരിന്ത്യര് ഈ കാലഘട്ടത്തിൽ നോക്കിയിട്ടായിരുന്നു ഒരെണ്ണം കൊരിന്ത്യ സഭയെ കാണുമായിരുന്നു. നിങ്ങൾ പറഞ്ഞു, if Corinthian church existed as it was, and if God was looking at how many people he could select, how many people would be disqualified? സ്തോത്രം. Amen. ലോകസ്ഥാപനത്തിന് മുമ്പേ, സകലത്തിനും അടിസ്ഥാനപ്പെടുന്നതിന് മുമ്പേ അവന് പ്രിയനായവനിൽ എന്നെ തെരഞ്ഞെടുക്കാൻ, എന്നെ ദത്തെടുക്കാൻ, ആ ദത്തെടുത്തവരെ വിളിച്ച് തൻ്റെ സഭയിലേക്ക് ചേർക്കാൻ ദൈവത്തിന് പ്രസാദം തോന്നിയതോർത്ത് gaze upon your calling and consider your election. Consider that great election that even before the great foundation of the world was laid, even before we had a chance to do anything, God elected us.
ഇവിടെ 26-ാം വാക്യം നെഗറ്റീവാണ് പറയുന്നതെങ്കിൽ 27-ാമത്തെ വാക്യം പോസിറ്റീവാണ് പറയുന്നത്. ഷിഫ്റ്റ് പോസിറ്റീവ്. In verse 26, we find that there are negatives that are listed there, but in verse 27, it shifts to positives that are listed. അതായത് അതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഡേവിഡ് 5 കല്ലെടുത്ത പോലെ എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് കല്ലവിടെ കൊരിന്തില്. പക്ഷേ ഒരു ചെറിയ ഗ്രൂപ്പിനെ കർത്താവ് ലോകസ്ഥാപനത്തിന് മുമ്പ് എന്ത് ചെയ്തു? അതിന്റെ നീളവും വീതിയൊന്നും എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയില്ല. എൻ്റെ നൈബേഴ്സിനെ തെരഞ്ഞെടുക്കാത്തത് എന്താണെന്ന് എനിക്കറിയില്ല. എൻ്റെ അത്ഭുതം എന്നെ തെരഞ്ഞെടുത്തു എന്നുള്ളതാണ്. Hallelujah. Just as David selected 5 smooth stones out of the multitude of thousands of stones that are around David, God chose us. I don't know why he didn't choose my neighbor. I don't know why he didn't choose the great people of this world. But the great marvelous fact is this, that God chose and elected me. അവിടുത്തെ ഒരു മിഡിൽ വോയിസ് ഉണ്ട്. God has chosen by himself and for himself. There's a middle verse that says that God has chosen by himself and for himself. Praise God. Hallelujah. ഇവിടെ ഇരിക്കുന്ന നാം എല്ലാവരും ആ വിളിയിലേക്ക് ആ വിളിയോട് റെസ്പോണ്ട് ചെയ്ത് അകത്തു വന്ന നമുക്കെല്ലാം പറയാൻ ഒറ്റ കാര്യമേ ഉള്ളൂ. ലോകസ്ഥാപനത്തിന് മുമ്പ് അവൻ എന്നെ തെരഞ്ഞെടുത്തു. അതുകൊണ്ടാണ് ഞാൻ ആ വിളി കേട്ടത്. It is the reason why we heard the call of God was because before the foundation of the world was laid, God chose us. അടുത്ത ആ പദം കണ്ടോ? ലോകത്തിൽ ഭോഷത്വമായതിനെ തെരഞ്ഞെടുത്തു. In the next part, we see that God chose the foolish things of the world to shame the wise. നമ്മളിതെല്ലാം കേട്ടോണ്ടിരിക്കുമ്പം കൊരിന്ത്യൻ സഭ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം കേട്ടോ. ഇത് വായിക്കുക ഉപദേശം അവിടെ ഒന്നുണ്ട്. While I'm reading this verse, we must also have the picture of the Corinthian church. ഈ ഭോഷത്വമായത് അവിടെ പറഞ്ഞേക്കുന്ന ലോകത്തിൽ ഭോഷത്വമായത് അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? അതിൻ്റെ ഒറിജിനൽ ലാംഗ്വേജിൽ മെന്റലി ദോസ് ഹു ആർ മെന്റലി ഡൾ എന്നാണ് അതിൻ്റെ അർത്ഥം. When you look at the verse where Paul is saying those that are foolish, what that literally means is those who are mentally dull. അന്നത്തെ ആ സറൗണ്ടിങ്സ് ഈ സഭയെ പറ്റി പറയുന്നത് അവിടെ ഒരു ഗ്രൂപ്പ് ഗ്യാതറിംഗ് ഉണ്ട്. അവരെല്ലാം മെന്റലി ഡള്ളാണെന്നാ തോന്നുന്നേന്നാ. There's a gathering amongst this great elite of Corinthian people, that there's gathering of people who are mentally dull. ഭോഷത്വമായത്. Those who are foolish. നമ്മളെപ്പറ്റി അങ്ങനെയൊക്കെയാ തിരുവെടുത്ത് പറയുന്നത് കേട്ടോ. That is what the scripture describes us as. നമുക്കും പുകഴാനായിട്ടൊന്നുമില്ല. കൃപയാണ്, അവൻ്റെ രക്തത്തിൻ്റെ ഫലമാണ് നമ്മളെ വിളിച്ച് ഈ നിലയിൽ കർത്താവ് കൊണ്ടുവന്നത്. എല്ലാം ഓർത്ത് ദൈവത്തിന് മഹത്വം. So you and I have absolutely nothing to boast in. It is all grace, and it is by grace that you and I have been called. ഭോഷത്വമായത്, 2 ബലഹീനമായത്. Those who are foolish and those who are weak. അതിൻ്റെ അർത്ഥം പെട്ടെന്ന് അങ്ങ് പറഞ്ഞു വിടാം. Those who have no political power, അതാണ് ബലഹീനം എന്നതിൻ്റെ അർത്ഥം. ഞാൻ മുമ്പേ പറഞ്ഞാണ്. Those who have no financial muscles, those who have no social standing, they weak in influence. They are not movers and shakers in town. What it means by the word weak is that those who are politically weak, they are financially weak, educationally weak, they are not movers or shakers in this community. കൊരിന്ത്യരെ, വിളി നോക്കുമ്പം അങ്ങനാണെങ്കിൽ പോസിറ്റീവ് സൈഡ് പറയാം, തെരഞ്ഞെടുപ്പ് നോക്കിയാലും അങ്ങനെ തന്നെയാണ്. When you look at this calling or this election of God, it is just like that. അടുത്ത പദം കണ്ടോ? തെരഞ്ഞെടുത്തു. ഉള്ളതിനെ ദൈവം ലോകത്തിൽ ബലഹീനമായി തെരഞ്ഞെടുത്ത്. 28-ാമത്തെ വാക്യം, ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടമായതും ഏതുമില്ലാത്തതും തെരഞ്ഞെടുത്തു. ഇതിനേക്കാൾ ഒരു ഡൗൺ ഗ്രേഡ് ആയിട്ടുള്ളൊരു ലാംഗ്വേജ് ഇല്ല ഭാഷയിൽ. ഉണ്ടോ? Look at verse 28. And the base things of the world and despise God has chosen, and the things that are not, so that he may abolish the things that are. Look at the language there. There's nothing more base than that. Praise the Lord. Chosen the base things of the world. God has chosen the base things, the low things of this world. എന്ന് പറഞ്ഞാൽ lowly family background. Lowly family background is what that means. മറ്റേ നിലയിൽ പറഞ്ഞാൽ ഇങ്ങനെ ഒരാൾ ജനിച്ചിട്ടുണ്ടെന്ന് ലോകത്തിൽ ആർക്കും അറിയില്ല. Nobody is even aware. Is there a person like this that is born? എന്റെ ഫാമിലി നെയിം ആർക്കും അറിയില്ലെന്നർത്ഥം. Nobody in my family considers me or even knows of me. Praise the Lord. Amen. ഇവിടെ ഇരിക്കുന്ന
99% കാര്യം അങ്ങനെ തന്നെയല്ലേ? Isn't that the case of 99% of us? ഇവിടുത്തുകാർക്ക് എത്ര പേർക്ക് നമ്മുടെ ഫാമിലി നെയിം അറിയാം? ഫാമിലി അഡ്രസ് എത്ര പേർക്ക് ഇവിടെ ഉള്ളവർക്ക് അറിയാം? How many of you know your family address? അല്ലല്ലോ, ഈ വൈറ്റ് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ നമ്മുടെ ഈ രാജ്യത്തെ വൈറ്റ് കമ്മ്യൂണിറ്റിക്ക് എത്ര പേർക്ക് ഇങ്ങനെ ഒരാൾ ഇന്ത്യയിൽ കേരളത്തിൽ ജനിച്ചെന്നറിയാം? How many of the people that are white or in this nation know that you are a great background in Kerala? Nothing. Nobody knows anything. ഇതേ നിലയിലാ പോൾ എഴുതുന്നത് കൊരിന്ത്യരോട്. Paul is writing like this and he's telling them to consider their background like this. ബലഹീനമായത്, കുലഹീനമായത്, ഏതുമില്ലാത്തത്, മെന്റലി ഡള്ളായത്, ഇതായിരുന്നു തെരഞ്ഞെടുപ്പിന് ദൈവം എന്നെ ക്വാളിഫൈ ചെയ്ത ഘടകങ്ങൾ. That God qualified a person who is mentally dull, has no great background to boast of, that God chose somebody like me and elected me. എന്നിട്ട് 29ാമത്തെ വാക്യം കണ്ടോ? ദൈവസന്നിധിയിൽ ഒരു ജഡവും. ഞാൻ നിങ്ങളോട് ആത്മാർത്ഥമായിട്ട് ചോദിക്കട്ടെ, ഈ വാക്യം 10 പ്രാവശ്യം വായിച്ച് ധ്യാനിച്ച് ഒരു നോട്ട് എഴുതി അത് ഹൃദയത്തിലേക്ക് എഴുതി വെച്ചാൽ 29ാമത്തെ വാക്യം ആപ്ലിക്കബിൾ അല്ലേ എന്നും നമ്മുടെ ജീവിതത്തിൽ? റൈറ്റ്? When we look at verse 29, now when we read it, considering what we have all understood about the previous verses, now it is very directly applicable, verse 29. പോൾ എന്തിനാ ഇത് പറയുന്നതെന്ന് അറിയാമോ? Do you know why Paul is saying this? So that the Corinthians would get off their pride parade. So that the Corinthians would get off their pride parade. And humble themselves and recognize that it is the grace of God that has brought you to where you are, and you have zero room to pride before God. So that you would realize that it is the grace of God that has brought you to where you are, and that you can humble yourself before God. പ്രിയപ്പെട്ടവരെ, ഇത്രയും കാര്യം മനസ്സിലാക്കിയാൽ അഹങ്കാരത്തിന് സീറോ സ്പേസ് ഇൻ അവർ ഹാർട്ട്. If you understand all that Paul is writing here, there is zero space for any pride. ഒന്നുമില്ല കർത്താവേ, എത്രമാത്രം താഴാമോ അത്രയും താണ്. എൻ്റെ വിളിയെ ഓർത്ത് സ്തോത്രം ചെയ്ത്, ലോകസ്ഥാപനത്തിന് മുമ്പ് എന്നെ തിരഞ്ഞെടുത്ത് ഓർത്ത് സ്തോത്രം ചെയ്ത് ഈ ചെറിയ ജീവിതം നയിക്കാൻ കൃപ നൽകണമേ എന്നല്ലാതെ ഒന്നും പറയാനായിട്ടില്ല. Oh, when we consider the lowly state from which God called us, when we consider all of that, there's zero space for any arrogance or any pride. We have no reason to proud. We have no reason to be We proud. have every reason to humble before God. We have every reason to be humble before God. Praise the Lord. ചാപ്റ്റർ 4-നകത്ത് പോൾ പറയുന്നൊരു വാക്യമുണ്ട്, നമുക്കറിയാം. 4:7 മനോഹരമായൊരു വാക്യമുണ്ട്, ലഭിച്ചതല്ലാതെ എന്തുള്ളൂ. In the later chapter, it says like this: what do we have that we did not receive? Chapter 4 verse 7. Chapter 4 verse 7. Chapter 4 verse 7. In chapter 4 verse 7. കണ്ടോ, ലഭിച്ചതല്ലാതെ നിനക്ക് എന്തുള്ളൂ. What do you have that you did not receive? 15-ാമത്തെ അധ്യായം നമുക്കറിയാവുന്നൊരു വാക്യമുണ്ട്. അപ്പോസ്തലൻ പറയുക, ഞാൻ വളരെ അധ്വാനിച്ചു, ഞാനല്ല, എന്നോടുള്ള അവന്റെ കൃപയത്രേ, ലഭിച്ചതല്ലാതെ എന്തുള്ളൂ. In chapter 15, Paul says that I labored greatly, but everything that I have was a grace, and I received it from the Lord. Praise the Lord. Amen. ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിന് എന്ന് പറഞ്ഞാൽ ഒരു ക്രെഡിറ്റും എനിക്കില്ല, സകല ക്രെഡിറ്റും എൻ്റെ നാഥന് കിട്ടേണ്ടതിന് തമ്പുരാൻ അങ്ങനെ ചെയ്തു. No flesh can boast. God gets all the credit, and this is how God does his work. 2 കാര്യം കിട്ടിയല്ലോ അല്ലേ? കൺസിഡർ യുവർ കോളിംഗ്, കൺസിഡർ യുവർ ഇലക്ഷൻ. എനിക്ക് അല്പം വിശദമായിട്ട് അടുത്ത കാര്യം ഒന്ന് പറഞ്ഞു പോകണം. We've received 2 things: consider your calling and consider your election. And let's go to the third. 30-31. ഞാൻ ഫോളോയിങ് മീ? ക്ലിയർ ആകുന്നുണ്ടോ? ഇനി വേദവസം വായിക്കും, ഇങ്ങനെ ഓരോ പദവും വിടാതെ വായിക്കണം. When you read the word of God, leave it without leaving any gaps in the passages. Praise the Lord. Amen. എത്ര ഞാൻ വളരെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ഒരുങ്ങി വന്നിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയുന്നത്. I'm preaching these things after preparing and praying very greatly. എൻ്റെ ഒറ്റ ആഗ്രഹം, കർത്താവേ,
എനിക്ക് തിരുവെഴുത്ത് മനസ്സിലായതുപോലെ തന്നെ അന്ന് ഞാൻ പ്രസംഗിക്കുമ്പോൾ എൻ്റെ കേൾവിക്കാർക്കും അത് മനസ്സിലാകണമേ എന്ന് മാത്രമാണ്. And my one prayer is this, Lord, just as I've understood your word in this preparation, I want the listeners to understand the word നമുക്ക് of God. എല്ലാവർക്കും അറിയാവുന്ന പരിചയമുള്ളൊരു പേരാണ് മാർട്ടിൻ ലൂതർ, റൈറ്റ്? മാർട്ടിൻ ലൂതർ. There's a name that we are all familiar with, Martin Luther. എൻ്റെ ഒരു ഫേവറേറ്റ് ഏരിയ ആണ് റിഫോർമേഷൻ. സ്റ്റാൻലിക്ക് ഒത്തിരി അറിയാം. ഏർലി ക്രിസ്ത്യാനിറ്റി, റിഫോർമേഷനും ഒക്കെ എൻ്റെ ഒരു ഫേവറേറ്റ് റീഡിങ് ഏരിയ ആണ്. എൻ്റെ ചർച്ച ഞാൻ പ്രസംഗിക്കാറുണ്ട്. And my great place of meditation and reading is early Reformation era. അന്ന് റോമൻ സാമ്രാജ്യം മുഴുവൻ, റോമൻ പോപ്പ്, അന്നത്തെ റോമൻ കിങ് എല്ലാം മാർട്ടിൻ ലൂതറിനെതിരായിരുന്നു. And the Roman king, the Holy Roman Empire, and the Pope, and all the great Roman bishops were all against Martin Luther. അന്നത്തെ കിങ്ങിന്റെ പേര് ചാൾസ് ഫിഫ്ത്ത് എന്നാണ്. ചാൾസ് ഫിഫ്ത്ത്. And the king during that time was Charles V. എല്ലാവരും എതിരാണ്. Everybody was against പക്ഷെ him. മാർട്ടിൻ ലൂതർ പ്രസംഗിക്കാനായിട്ട് തുടങ്ങി. But Martin Luther began to preach the word of ഒരു God. ദിവസം അദ്ദേഹം മറ്റു ചില ആളുകളോട് പറഞ്ഞൊരു കോട്ടുണ്ട്, ഒരു കോട്ട്. And there's a quote that he was sharing with many other people. അദ്ദേഹം പറഞ്ഞത്, ഞാൻ ബൈബിൾ പ്രസംഗിച്ചിട്ട് പോയി കിടന്നുറങ്ങി. I preached the word of God and I went to sleep. അദ്ദേഹം എഴുതിയത് ഇങ്ങനെയാണ്. അദ്ദേഹം പറഞ്ഞിങ്ങനെ, I did nothing, the word did everything. And Martin Luther said, I did nothing, but the word did everything. ഇന്ന് രാത്രിയിലും തിരുവെഴുത്ത് ഇൻസ്പയർഡായ, ഇന്നറന്റായ, ഇൻഫാലിബിളായ ഈ തിരുവെഴുത്തിന്റെ പദങ്ങൾ എൻ്റെ ഹൃദയത്തിനകത്തേക്ക് കയറുമ്പോൾ the preachers ഒന്നും ചെയ്യുന്നില്ല. The word will do everything. This inspired, this inerrant, this infallible word, now the preacher will preach and he will go to sleep, but it is the word that will continue to work and transform and do everything in our lives. Consider your calling, consider your election. 30ാമത്തെ വാക്യം, നിങ്ങളോ അവനാൽ ക്രിസ്തുയേശുവിൽ ഇരിക്കുന്നു. Consider your calling, consider your election. In verse 30, now you are in Christ Jesus. അതിന്റെ NASB അതിമനോഹരമായിട്ടാണ് ട്രാൻസ്ലേറ്റ് ചെയ്തേക്കുന്നത്. But by his doing you are in Christ. In the NASB it says like this, but by his doing you are in Christ Jesus. എന്ന് പറഞ്ഞാൽ മൂന്നാമത്തേത്, consider your conversion or consider your salvation or consider your born again experience. In the third section you can think about it like this, consider your salvation or consider your born again experience. ആ പദം കണ്ടോ? നിങ്ങളോ അവനാൽ ദൈവത്താൽ ക്രിസ്തുയേശുവിൽ ഇരിക്കുന്നു. But you, by his doing, you are in Christ Jesus. എപ്പോഴാ ഒരുവൻ ക്രിസ്തുയേശുവിൽ ഇരിക്കുന്നേ? When is a person in Christ Jesus? ഒരുവൻ കർത്താവിൽ വിശ്വസിക്കുമ്പോഴാണ് യേശു പറഞ്ഞത്, നിങ്ങൾ എന്നിലും ഞാൻ അവനിലും വസിക്കും. ഈ നിങ്ങളോ അവനാൽ ക്രിസ്തുയേശുവിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരുവൻ വിശ്വസിച്ചപ്പോൾ അവന്റെ സ്പേസ് മാറി, അവന്റെ ലൊക്കേഷൻ മാറി, അവന്റെ പർപ്പസ് മാറി, അവനിപ്പോ കർത്താവിലിരിക്കുന്നു. How do we become in Christ? Jesus said it like this, I will be in him and he will be in me. By God's doing, we are in Christ Jesus. ഞാൻ അതിനെ ഇങ്ങനെ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യാം. This God is who calls us. It is this God who calls us. This God who has chosen us. It is this God who has chosen us. Same this God who regenerates us. And it is this same God who regenerates us. ഈ മേളി പറഞ്ഞേക്കുന്ന വിളിയും മേളി പറഞ്ഞേക്കുന്ന തെരഞ്ഞെടുപ്പും ഇവിടെ നമ്മളെ ക്രിസ്തുവിലിരുത്തിയതും എല്ലാറ്റിനും ഒറ്റ കാരണമാണ്, by his doing. It is this God who calls us, it is this God who's elected us, and it is now this God who is doing something in our life. God and മാനോടൻ ചേർന്നല്ല. It is not God and man together. Synergistic അല്ല. It is not a synergistic effort. ഇത് monergistic ആണ്. It is a monergistic effort. By his doing, by God and God alone. It is by God's doing, God and God alone doing this. Praise the Lord. Praise the Lord. We are positionally placed in God. We are positionally placed in God. Got the meaning? Consider your conversion. Consider your conversion. Clear? Is it clear? ഞാൻ ആരംഭത്തിൽ പറഞ്ഞ പോലെ തലയിങ്ങനെ നാട്ടിക്കേ. Praise the Lord. Just as I said in the beginning, you can shake your head. എന്നാൽ ഇച്ചിരിയോട് ഉറക്കമൊക്കെ ഒരു പ്രൈസിലോട് പറയായിരുന്നു. By his doing. ഹൈലൈറ്റ് ചെയ്യണം അപ്പം അതല്ലേ?
ബൈ ഹിസ് ഡൂയിങ്. This is a highlightable verse. It is by his doing. ഈ ചില ആളുകൾ എല്ലാ വാക്യത്തിന്റെ അടി വരയ്ക്കുന്ന ആൾക്കാരുണ്ട്, അതല്ല ഞാൻ പറഞ്ഞത്. There are some people that underline every verse. ഞാൻ വേറൊരു രാജ്യത്ത് പ്രസംഗിക്കാൻ ചെന്നപ്പോൾ പറഞ്ഞ കാര്യമാണ്. ഒരാൾ അങ്ങനെ വരച്ച് പുള്ളിയുടെ ബൈബിൾ തീർന്ന് പുള്ളി അടുത്തിരിക്കുന്ന ആളുടെ മേടിച്ച് വരച്ചെന്ന് ഞാൻ കേട്ടു. There's a person who was underlining so much in his Bible that not only was he underlining his Bible, he was underlining the other person's Bible sitting next to him. പുള്ളിയുടെ തീർന്നു പോയി, അന്നേരം മേടിച്ച് വരച്ചു. Yeah, his Bible had no space to underline, so he grabbed somebody else's Bible. എവിടാന്നൊന്നും അന്വേഷിച്ച് പോയേക്കരുത് കേട്ടോ, ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് വല്ലതും ആയിരിക്കും. കോളിംഗ്, ഇലക്ഷൻ, കൺവേർഷൻ. Calling, election, and conversion. ഇതിന്റെ കീവേഡാണ് ബൈ ഹിസ് ഡൂയിങ്. And the key word here is it is by his doing. എന്നിട്ട് പറയാ, ഇനിയാണ് ഒരു 4 വാക്ക് അവിടെ ഉണ്ട്. And there are 4 wonderful words there. അവൻ നമുക്ക് ദൈവത്തിൽ നിന്ന് ജ്ഞാനവും, ടോക്കിംഗ് അബൌട്ട് ക്രൈസ്റ്റ്. And now it is talking about Christ. അവൻ നമുക്ക് ദൈവത്തിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. He became the wisdom from God, the righteousness and sanctification and redemption. Praise God. Praise God. എന്താ ദൈവത്തിന്റെ ജ്ഞാനം എന്ന് പറഞ്ഞാൽ അർത്ഥം? What does it mean by the wisdom of God? യേശുവിനെ പറ്റി പറയാ, യേശു കർത്താവ് ദൈവത്തിന്റെ ജ്ഞാനമായി തീർന്നു. കൊരിന്ത്യരേ, And Paul is writing like this about Jesus. Dear Corinthian church, Christ has become the wisdom of God. ഏത് കോണ്ടെക്സ്റ്റിലാ പറഞ്ഞു വരുന്നേ? In what context is he writing this? ഈ ലോകം മുഴുവൻ പറയുന്നത് ക്രൂശ് ഫൂളിഷ്നെസ് ആണെന്നാണ് പറയുന്നത്. It is this world who is saying that the cross is foolishness. അന്നത്തെ ഗ്രീക്കുകാർ പറഞ്ഞത് ഫൂളിഷ്നെസ് ആണ്. The Greek people are saying that this is all foolishness. എന്നാൽ 1:23-24 പോൾ പറയാ, നോ 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 നോ, ക്രോസ് എന്നുള്ളത് ദൈവത്തിന്റെ ജ്ഞാനമാണ്. But Paul is saying here in the 30th verse that no, it is the wisdom of God that is the cross അവൻ of Jesus. ദൈവത്തിൽ നിന്നുള്ള ജ്ഞാനമായി എന്ന് പറഞ്ഞാൽ കാൽവറി ക്രൂശിലാണ് ദൈവത്തിന്റെ ജ്ഞാനം വെളിപ്പെട്ടത്. അവനാൽ നിങ്ങൾ ക്രിസ്തുവിൽ ഇരിക്കാൻ കാര്യം ദൈവത്തിന്റെ ജ്ഞാനം കാൽവറിയിൽ വെളിപ്പെട്ടത് കൊണ്ടാണ് എന്നാണ് അതിന്റെ അർത്ഥം. When Paul is writing about the cross, he is saying that the wisdom of God has been revealed in the cross of Jesus Christ, and it is by that wisdom that you have been placed in Christ by God's doing. എന്താ wisdom from God? അതിനെ എക്സ്പ്ലെയിൻ ചെയ്താൽ എങ്ങനെ ഇരിക്കും? How can we explain that wisdom from God? ലോകത്തിലെ ആരുടെയും ബുദ്ധിയിൽ ഉണ്ടാകുന്ന ഒരു സംഭവമാണോ ഒരുവൻ മരിക്കുന്നു, അവന്റെ മരണത്താൽ വിശ്വസിക്കുന്നവർക്ക് രക്ഷ ലഭിക്കുന്നു? ഒരു മനുഷ്യന് മനസ്സിലാകുകയില്ല. If you were to explain this to the natural man, could any man conceive this in his wisdom that by someone's death that a person can receive salvation? Primitive religion ഒരു പഠനം ഉണ്ടായിരുന്നു. Primitive religion. There's a section of theology called primitive religion. അതിനകത്തൊരു ഒരു primitive religionലെ പണ്ട് ഒത്തിരി കാലങ്ങൾക്ക് മുമ്പ് അങ്ങനെ പഠിപ്പിച്ചിരുന്നു. And they used to teach primitive religion way back. ഒരാൾ പാപം ചെയ്താൽ, if somebody sins, ആ വ്യക്തി തന്നെ അതിന്റെ പ്രായശ്ചിത്തം കഴിക്കണം. somebody needs to make atonement for his own sins. വേറെ ആർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. Nobody else can do that. അവിടെയാണ് ക്രൂശിന്റെ വ്യത്യാസം കിടക്കുന്നത്. But here you see the difference of the cross. Triune Godil God the Father ഇത് ഡിസൈൻ ചെയ്യുന്നു. The triune God the Father has designed all of this. പകരം പുത്രനെ ഒരുവന് പോലും മനസ്സിലാകാത്ത നിലയിൽ ഭൂമിയിലേക്ക് ദൈവത്തിന്റെ ജ്ഞാനമായിട്ട് അയക്കുന്നു. On behalf of my sins, the great wisdom of God was revealed that Christ became the atonement for our sins. അവൻ നമുക്ക് വേണ്ടി മരിക്കുന്നു. That he is dying on our behalf. ഒരു കന്യകയിൽ ജനിച്ച് പാപമില്ലാത്തവനായി ജീവിച്ച് പാപമില്ലാത്തവനായി മരിച്ച് നമുക്ക് വേണ്ടി ഉയർത്ത് ഇന്ന് പക്ഷപാതം ചെയ്യുന്നു. ഇതിന്റെ ടോട്ടൽ മീനിങ്ങിന്റെ പേരാണ് വിസ്ഡം ഫ്രം ഗോഡ്. That Jesus would be born of a virgin, that he would live a sinless life, that he would die on the cross of Calvary, be raised again, and he would be in heaven interceding on our behalf. All of this, it falls under the label as the wisdom of God. None of us could have come up with that plan of salvation. None of us could have come up with that plan of salvation. ആരോട് ഇത് പറഞ്ഞാലും മനസ്സിലാകുകയില്ല. കാര്യം എന്താണെന്നറിയാമോ? അകം ഇരുട്ട് കിടക്കുന്നവനോട് ഇത് പറഞ്ഞാൽ മനസ്സിലാകുകയില്ല. That is the greatest challenge of preaching gospel. The greatest
greatest challenge of preaching the gospel is that when you explain this to the natural man, they cannot even understand പക്ഷെ this. നമുക്ക് മനസ്സിലാവും എന്നാന്നറിയാമോ, കണ്ണകം തുറന്നതാണ്. പക്ഷെ തുറന്നാൽ മാത്രം പോരാ, അപ്പോസ്തലൻ പ്രാർത്ഥിക്കുന്നുണ്ട് അവരുടെ ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിക്കണം, ദൈവ പരിജ്ഞാനത്തിൽ വളരണം. മീനിങ് ആ വിസ്ഡം ഫ്രം ഗോഡ് എന്താണെന്ന് ഇതിനകത്തൂടെ വായിച്ച് മനസ്സിലാക്കണം. Oh, in order for them to understand this, their inner eyes must be enlightened in the words of Paul, and they must understand this and see this as the wisdom of God revealed. It is the wisdom of God. It is the wisdom of It God. is in the stunning genius and the wisdom of God. It is the genius and it is the wisdom of God. തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും അവനാൽ ക്രിസ്തുയേശുവിൽ ഇരിക്കാം. Those who have been called by the purposes of God, they can be seated in Christ. അവനാൽ ക്ലിയർ? Is it clear? എങ്ങനെ കണക്ട് ചെയ്യണ്ടേ? നിങ്ങൾ അവനാ ക്രിസ്തുയേശുവിൽ ഇരിക്കുന്നു, അവൻ നമുക്ക് ദൈവത്തിൽ നിന്നുള്ള ജ്ഞാനം. You are seated in Christ Jesus, who became the wisdom from God. അതിനുശേഷം പറഞ്ഞൊരു 3 പദം കണ്ടോ? And there are 3 words that are listed there: righteousness, righteousness, sanctification, sanctification, and redemption. and redemption. എന്ന് പറഞ്ഞാൽ 3 benefit that flow from the wisdom of God or the wisdom of the cross. There are 3 benefits that come to us through the wisdom of God or through the wisdom of the cross. എന്താ ആ ദൈവജ്ഞാനത്തിൽ നിന്ന് നമുക്ക് ലഭിച്ച 3 ബെനിഫിറ്റ്? What are the 3 benefits that have been given to us, people of God, through the wisdom of God? അവൻ നമുക്ക് നീതിയായി തീർന്നെന്ന്. He became a righteousness for us. എന്തൊരു സീരിയസ് വേർഡാണെന്നറിയാമോ? അവൻ നമുക്ക് നീതിയായി തീർന്നു. Do you know how serious that is to consider that he became our righteousness? പൊതുവേ നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കാത്തൊരു പദമുണ്ട്, ഇമ്പ്യൂട്ടഡ് എന്നൊരു വാക്കുണ്ട്. ഇമ്പ്യൂട്ടഡ് എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റഡ് എന്നാണ് അതിന്റെ അർത്ഥം. There's an English word that is used, imputation or imputed, that it has been credited to us. എന്ന് പറഞ്ഞാല് ആ ക്രൂശിന്റെ ജ്ഞാനത്തിൽ വിശ്വസിച്ചപ്പോൾ നീതി എൻ്റെ മേൽ ഇമ്പ്യൂട്ട് ചെയ്യപ്പെട്ടു. That when I believed in the wisdom of the cross of Jesus Christ, that righteousness has been imputed or credited to me. മറ്റൊരു നിലയിൽ പറഞ്ഞാൽ ഡബിൾ ഇമ്പ്യൂട്ടേഷൻ ഉണ്ട്. ഡബിൾ ഇമ്പ്യൂട്ടേഷൻ. There's, in another ways, you can say that there's a double imputation here. എൻ്റെ പാപം ആ ക്രൂശിലേക്ക് ഞാൻ ഇടുന്നു. My sin, I am placing it upon the cross. അവന്റെ നീതി എൻ്റെ മേലേക്ക് ഞാൻ ഇടുന്നു. His righteousness is being placed upon me. എനിക്ക് എൻ്റെ ന്യൂ ടെസ്റ്റമെന്റിൽ എൻ്റെ ഫേവറേറ്റ് വാക്യം 1 കൊരിന്ത്യൻസ് 2 കൊരിന്ത്യൻസ് 5:21 ആണ്. ഇതാണ് ആ വാക്യം: പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ അവനെ പാപമാക്കി. My favorite verse is in 2 Corinthians chapter 5 verses 21. He made him who knew no sin to be sin on our behalf, so that we might become the righteousness of God in him. അതാണ് imputed righteousness. That is imputed righteousness. ആ 2 കൊരിന്ത്യൻസ് 4-നകത്ത് 4 കാര്യമുണ്ട്. പെട്ടെന്ന് പറഞ്ഞു വിടാം, പിന്നെ എപ്പോഴെങ്കിലും പ്രസംഗിക്കാം. There are 4 things that are listed here in 2 Corinthians chapter 4. ആ വാക്യത്തിനകത്ത് ഒരു ബെനഫാക്ടറെ കാണാം. God the Father is the benefactor. You can see a benefactor. It is God the Father who is the അവിടെ ഒരു benefactor. സബ്സ്റ്റിറ്റ്യൂട്ടിനെ കാണാം. God the Son is the substitute. And then you can see another substitute. There's God the Son who is the അവിടെ substitute. ഒരു ബെനഫിഷ്യറീസിനെ കാണാം. And there's also a beneficence. Beneficiaries. ആരാ? You and me are the beneficiaries. You and I are the beneficiaries of അവിടെ ഒരു God. ബെനിഫിറ്റ് ഉണ്ട്. എന്നറിയാമോ? Imputed righteousness. And there's also a benefit. And what is that benefit? It is the imputed righteousness. Benefactor, substitute, beneficiaries and benefit. അതാണ് ഇവിടെ വായിക്കുന്നത്. ദൈവജ്ഞാനമായ ക്രിസ്തുവിൽ നിന്ന് നമ്മുടെ മേൽ നീതി കണക്കിട്ടു. That is the meaning of gospel. The meaning of gospel is this: that our sin has been placed upon Christ and that his righteousness has been imputed to us. That is the great meaning of the gospel. നീതി കൊണ്ട് തീരുന്നില്ല. ശുദ്ധീകരണം, second stage of salvation. It doesn't just end in righteousness, it goes on to sanctification, the second stage of salvation. എന്ന് പറഞ്ഞാൽ set apart from every common things. Set apart from every common thing. And draw near to Christ every day. That is called sanctification. You are set apart from all the common things and you draw near to God every day. That is sanctification.
എക്സ്പ്ലെയിൻ ചെയ്യാൻ സമയമില്ല. റിഡംഷൻ. Redemption. ഫസ്റ്റ് വൺ റൈച്ചസ്നെസ്. First one is righteousness. ഈ അവിടെയൊക്കെ റോമൻ കാത്തോലിക് ചർച്ചുകൾ 600 രക്ഷിക്കപ്പെട്ടിട്ടുണ്ടല്ലോ. ഈ റിഫോർമേഷൻ സഭകളിൽ നടക്കാൻ ഈ വാക്യങ്ങളൊക്കെ അന്ന് പ്രസംഗിച്ചു കേട്ടോ, 500 വർഷം മുമ്പ്. അന്ന് അവിടുത്തെ പോപ്പ് പറഞ്ഞായിരുന്നു, ഐ ഹാവ് ദ ട്രഷറി ഓഫ് ദ മെറിറ്റ് ഓഫ് സെയിൻസ്. അതായത് ഈ പാപമോചനത്തിന് കുറച്ച് ആളുകൾ ഇവിടെ എന്തുവാ ഈ മരണത്തിനും സ്വർഗത്തിനും ഇടയ്ക്ക് കത്തോലിക്കർ പഠിപ്പിക്കുന്ന ഒരു 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 മിഡിൽ നരകം ഉണ്ടല്ലോ, അവിടെ ഉണ്ട് പർഗട്ടറി. അവിടെ ഞാനെല്ലാം മറന്നുപോയി. അവിടെ കിടക്കുക. അന്നേരം പോപ്പ് പറയാ, എൻ്റെ സെയിൻസിൻ്റെ മെറിറ്റ് ഉണ്ട്, നിങ്ങൾ ഞങ്ങൾക്ക് പണം തന്ന മെറിറ്റ് അങ്ങോട്ട് തരാമെന്ന് അവിടെ ആളുകൾ പ്രസംഗിച്ചപ്പം ലൂതർ പറയുക, വേണ്ട, എനിക്കെൻ്റെ കർത്താവിൻ്റെ സിൻലെസ് ലൈഫിൻ്റെ മെറിറ്റ് ഉണ്ട്, എനിക്കെൻ്റെ കർത്താവിൻ്റെ മരണത്തിൻ്റെ മെറിറ്റ് ഉണ്ട്, അവനാൽ ഞാൻ ക്രിസ്തുയേശുവിലിരിക്കുന്നു. The Pope is saying that the Pope at that time of the Great Reformation was saying that I hold the merits of Christ in my hand, and that if you pay the church or if you pay me any sort of money, I can release people from purgatory into heaven. But Paul is saying here, the reason I am seated in Christ is because the imputed righteousness of Christ upon me. By his doing. By his doing. അതാണ് wisdom from God on the cross. That is the wisdom from God on the cross. ആദ്യത്തെ benefit righteousness, imputing righteousness. That is the imputed righteousness from God. രണ്ടാമത്തേത് sanctification. That is also sanctification to us. മൂന്നാമത്തേത് redeeming into the family of God. The third part here is that you have been redeemed into the family of God. Hallelujah. ജോനാഥൻ എഡ്വേർഡ് എന്ന് പറയുന്ന ഒരു പ്രീച്ചറിനെ, പ്യൂരിറ്റൻ പ്രീച്ചറിനെ കേട്ടിട്ടുണ്ടല്ലോ, ജോനാഥൻ എഡ്വേർഡ്, എ സിന്നർ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ആംഗ്രി ഗോഡ്. ആ പ്രസംഗിച്ചാണ് ഈ രാജ്യത്തിൽ ഒത്തിരി ആളുകൾ രക്ഷിക്കപ്പെട്ടെ. Have you heard of the Puritan preacher Jonathan Edwards, who preached a message called Sinners in the Hands of an Angry God? Many people heard that sermon in this nation and were saved. അദ്ദേഹം പറഞ്ഞൊരു കോട്ടുണ്ട്, the only thing we have contributed to our salvation is our sin that was laid upon the Jesus Christ. Jonathan Edwards said like this, the only thing that you and I have contributed to our salvation is our sin, and that was laid upon Jesus Christ. വായിച്ചപ്പോൾ പോൾ കൊണ്ടുവന്ന മെഡിസിൻ ക്യാബിനറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു? When you read all of this, how good is Paul's medicine from his medicine cabinet? Very strong dose of grace. It is a very strong dose of grace. Praise the Lord. Amen. Hallelujah. It is all of grace, all of God, and none of us. It is all of grace, all of God, and none of us. Paul പറയുന്നിടത്ത് തന്നെ അറിയാം, Paul says to Corinthians, you need to get off your high horse and you need to stop starting around. താഴോട്ടിറങ്ങണം. എന്നിട്ട് 30-ാമത്തെ വാക്യം പറഞ്ഞു. ഇന്ന് രാത്രി നമുക്ക് പിരിയാൻ, നമ്മുടെ നാദം വന്നില്ലെങ്കിൽ നാളെ വാക്യം ഞാൻ പറയാം. പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ ആകേണ്ടതിന് തന്നെ. Paul writes to the Corinthian church, you need to get off your high horse and stop strutting around. But if you are to boast, let him who boasts, boast in the Lord. കണ്ണുകളെ അടയ്ക്കാം, ക്രൂശിലേക്ക് നമുക്ക് നോക്കാം. ആ ക്രൂശ് എന്നുള്ളത് വിസ്ഡം ഫ്രം ഗോഡ്. നമുക്ക് മനസ്സിലാവില്ല, അത്രയ്ക്ക് റിച്ച് ആണ് അവിടെ. That cross is the wisdom from God. That is how rich it is. അവിടെ നിന്ന് ലഭിച്ച ബെനിഫിറ്റ് അനുഭവിച്ചവരാണ് all born again Christians. And the benefits that we receive, that we experience it as all born again Christians. Imputed righteousness. Imputed righteousness. ഇന്ന് കർത്താവ് എന്നെ കാണുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? Do you know how Jesus views it? ക്രിസ്തുവിൻ്റെ ജീവിതം, ക്രിസ്തു നയിച്ച അതേ കാറ്റഗറിയിൽ എന്നെ ക്രിസ്തുവിലൂടെ കാണുകയാണ്. സങ്കീർത്തനത്തിൻ്റെ വാക്യമുണ്ട്, വലത്തോട്ട് നോക്കി എന്നെ കാണണമേ. God looks at all of us as if we have lived the righteous life of Christ. By his doing. അതാണ് നമ്മുടെ കീ ഫ്രേസ്. By his doing. The key phrase here, it is by his doing. സ്വർഗ്ഗപിതാവേ, കൃപ നൽകിയതിനായിട്ട് സ്തോത്രം. ഈ തിരുവെഴുത്ത് ഞങ്ങൾക്ക് എന്ന് ഹൃദയത്തിൽ കൊണ്ട് നടക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഏറ്റവും താഴ്മയുള്ളവരായിട്ട് ജീവിക്കാൻ ഞങ്ങളുടെ കൊച്ചു ജീവിതം, ഞങ്ങളുടെ പ്രാണപ്രിയനെ പ്രസാദിപ്പിച്ച് ജീവിക്കാൻ കൃപ നൽകണമേ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കൺസിഡർ കോളിംഗ്, കൺസിഡർ ഇലക്ഷൻ, കൺസിഡർ കൺവേർഷൻ. ബൈ ഹിസ് ഡൂയിങ്. 3 ബെനിഫിറ്റാണ് വിസ്ഡത്തിൽ നൽകിയത്. ഇംപ്യൂട്ടഡ് റൈച്ചസ്നെസ്, സാന്റിഫിക്കേഷൻ, റിഡംഷൻ. പ്രശംസിക്കാനൊന്നുമില്ല. പ്രശംസിക്കുന്നവൻ അന്ന് കൊരിന്ത്യരെ പോലെ എന്നും കർത്താവിൽ പ്രശംസിക്കട്ടെ. ആമേൻ. താങ്ക് യു.